أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا ولما تقبل آمين يا رب العالمين اللهم صل على محمد وعلى آل محمد الحمد لله رب العالمين അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ പുതിയൊരു ദിവസത്തിലാണ് 21ാമത്തെ ജുസയിലാണ് നമ്മൾ ഇന്ന് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ ഇതില് നമ്മള് സൂറത്ത് റൂം, ലുഖ്മാന്, സൂറത്ത് സജദ ഇത് മൂന്നായിരിക്കും എടുക്കുന്നത് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. സൂറത്ത് റൂം റൂം എന്ന് പറയുന്നത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഇതില് 60 ആയത്താണുള്ളത്. രണ്ടാമത്തത് ലുഖ്മാൻ സൂറത്താണ്. സൂറത്ത് ലുഖ്മാന് മക്കയിൽ അവതരിച്ചതാണ്. 34 വചനങ്ങളാണുള്ളത്. ഓക്കെ. സൂറത്ത് സജദ അതും പിന്നെ 30 ആയത്തുകളാണുള്ളത്. അത് മക്കയിൽ തന്നെയാണ് അവതരിച്ചത്. അപ്പം ഇത് മൂന്നും മക്കയിൽ അവതരിച്ച സൂറത്തുകളാണ്. ഇതില് പിന്നെ സജദന്റേത് എല്ലാവർക്കും അറിയാലോ. രാത്രി കിടക്കുമ്പോൾ നമ്മള് സൂറത്ത് സജദ ഓതിയിട്ടാണ് കിടക്കുക അല്ലെ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ സുബഹി നമസ്കാരത്തില് സൂറത്ത് സജദയും അതുപോലെ സൂറത്തുൽ ഇൻസാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ടുണ്ടായിരുന്നു എന്ന് ബുഖാരിയിലും മുസ്ലിമിലും പിന്നെ റിവായത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് ആ റൂമിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ലുഖ്മാൻ സൂറത്തിനെ കുറിച്ചും സജദ സൂറത്തിനെ കുറിച്ചും പറയാനുള്ളത്. ഇൻഷാല്ലാ ക്ലാസ്സിലേക്ക് പോകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബനാ സിദ്നാ ഇൽമൻ നാഫിഅൻ റിസ്ഖൻ ത്വയ്യിബൻ വ തഖബ്ബൽ ആമീൻ യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ നമ്മള് സൂറത്ത് റൂം തുടങ്ങുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. ഇതും കേവലാക്ഷരം കൊണ്ട് തുടങ്ങിയ സൂറത്താണ്. റോമക്കാർ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത നാട്ടിൽ വെച്ച് തങ്ങളുടെ പരാജയത്തിന് ശേഷം അവർ വിജയം നേടുന്നതാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ മുമ്പും പിൻപും അള്ളാഹുവിനാകുന്നു കാര്യങ്ങളുടെ നിയന്ത്രണം. അന്നേ ദിവസം സത്യവിശ്വാസികൾ സന്തുഷ്ടരാകുന്നതാണ്. ഇതാണ് പറഞ്ഞത്. ഖുർആൻ എന്ന് പറയുന്നത് മൂജിസത്താണ് എന്ന് പറയുന്നത്. ഖുർആന് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാമാണ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞു പോയ സമൂഹങ്ങളെ കുറിച്ചും വരാനിരിക്കുന്ന സമൂഹങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ പരലോകത്തിനെ കുറിച്ചിട്ടും ദുനിയാവിനെ കുറിച്ചിട്ടും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സൂറത്ത് ആയത്തുകളാണെങ്കിൽ കൂടി ഇതില് അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് മൂജിസത്തുകൾ വെച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞു പോയ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് വരാനിരിക്കുന്ന സമൂഹത്തിനെ കുറിച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. വരാൻ പോകുന്ന ഒരു സമൂഹത്തിന് സംഭവിക്കാൻ പോകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളിപ്പം ഒരു കാര്യം പിന്നെ പണ്ട് കാലങ്ങളിൽ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് നമ്മള് പിന്നെ പ്രവചിച്ചു അത് നടന്നു, അല്ലെങ്കിൽ പിന്നെ ഒരാളെ ശപിച്ചു അത് നടന്നു, ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ അതങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഖുർആനിൽ ഇത് പറയുമ്പം ഖുർആനിൽ അത് വായിക്കുന്ന സമയത്ത്, ഖുർആൻ ആദ്യമായിട്ട് ഇറങ്ങിയ സമയത്ത് സഹാബികൾക്കോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ അറിയുമായിരുന്നില്ല വരാൻ പോകുന്ന ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ടെന്ന്. അത് ഖുർആനിൽ ഇങ്ങനെ എഴുതി വെക്കുന്നു, ഖുർആനിൽ ഇങ്ങനെ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം വഴി പറയുന്നു. അതിൽ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. സഹാബികള് റോമ സാമ്രാജ്യം തകർക്കപ്പെടും എന്നുള്ളത് അവർക്ക് ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുക്കുകയാണ്. ആ വഹിയാണ് ഈ ആയത്തുകൾ. എന്നാൽ ഇന്ന് നമ്മൾ കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ നമ്മുടെ ചരിത്രങ്ങളില് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പം റോമാ സാമ്രാജ്യം തകർന്നു പോയതിനെ കുറിച്ചൊക്കെ നമ്മൾ ചരിത്രങ്ങളിൽ പഠിക്കുകയാണ്. അപ്പൊ ഇതാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നടന്നു എന്ന് ഖുർആനിൽ പറയുമ്പം അത് ആ സമയത്ത് നടന്നിട്ടൊന്നുമില്ല. പക്ഷെ പിന്നീട് വരുന്ന സമൂഹത്തിന് അത് വായിക്കുമ്പം അത് നടന്നത് മനസ്സിലാവുകയും അതോട് കൂടിയിട്ട് അവർക്ക് വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്.
എന്തിനാണ് ഇത് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് നമുക്കുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അല്ലെങ്കിൽ ആ സമൂഹം നശിപ്പിക്കപ്പെടുന്നതൊക്കെ അത് നോർമലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖലാ ഖദറിൽ അത് എഴുതി രേഖപ്പെടുത്തിയതാണ്. അതങ്ങനെ സംഭവിക്കും. അപ്പൊ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ നശിപ്പിക്കുന്നതും പുനരുജ്ജീവിപ്പിക്കുന്നതും ഇതൊക്കെ അള്ളാന്റെ ഖലാ ഖദറിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ടതാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഖുർആനിൽ അത് എഴുതി രേഖപ്പെടുത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാല് അത് നമുക്ക് വരും തലമുറകൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം റോമ സാമ്രാജ്യം തകർന്നു പോയതൊക്കെ നമ്മൾ സ്കൂളുകളിൽ പിന്നെ എത്രയോ പഠിച്ചു, നമ്മൾ എക്സാം എഴുതി നമ്മൾ പാസ്സായി നല്ല മാർക്ക് വാങ്ങിച്ച ആളുകളായിരിക്കും നമ്മളൊക്കെ. പക്ഷെ അതൊരു ചരിത്ര രേഖ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ രേഖപ്പെടുത്തുന്നതോട് കൂടിയിട്ട് നമ്മുടെ വിശ്വാസം എന്താവണം? വർദ്ധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറയുന്നത്. ഓക്കെ. അതായത് റോമ സാമ്രാജ്യത്തിന് അടുത്തായിരുന്നു അറേബ്യൻ പിന്നെ ഉപഭൂഖണ്ഡം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അയൽ രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം, പേർഷ്യ സാമ്രാജ്യം. റോമയും റോമും പേർഷ്യയും നമ്മളൊക്കെ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പേർഷ്യ സാമ്രാജ്യവും അറബിക് പിന്നെ ഉപഭൂഖണ്ഡത്തിന്റെ തൊട്ടടുത്തുള്ള രണ്ട് രാജ്യങ്ങളായിരുന്നു. ഓക്കെ. അപ്പൊ ഇവര് തമ്മിൽ എപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഹിജ്റില് പിന്നെ ഏറ്റുമുട്ടലില് പേർഷ്യക്കാർ ജയിക്കുകയും റോമക്കാരുടെ സ്ഥലങ്ങള് അവർ കീഴടക്കുകയും ചെയ്തു എന്നാണ് അന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അവര് സഹാബികള് നിൽക്കുന്ന സമയത്ത് അതിന്റെ തൊട്ട മുമ്പായിട്ട് അവിടെ യുദ്ധം നടക്കുകയും അങ്ങനെ ഹിജ്റില് പേർഷ്യ ജയിക്കുകയും അങ്ങനെ റോമയുടെ കയ്യിലുള്ള സ്ഥലങ്ങളൊക്കെ കൈയടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ റോമക്കാരുടെ വിജയത്തില് മുസ്ലിങ്ങൾക്കും പേർഷ്യക്കാരുടെ വിജയത്തിൽ മക്ക മുശ്രിക്കുകൾക്കും താല്പര്യം ഉണ്ടായിരുന്നു. അതായത് റോമക്കാര് വിജയിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കാണ് അതിന് സന്തോഷമുള്ളത്. അതുപോലെ തന്നെ പേർഷ്യക്കാര് വിജയിക്കുമ്പോൾ മക്ക മുശ്രിക്കൾക്കാണ് സന്തോഷം ഉണ്ടാവുക. ഓക്കെ. അപ്പം പിന്നെ അങ്ങനെ പേർഷ്യക്കാരുടെ വിജയം പിന്നെ പേർഷ്യക്കാർ വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾക്ക് ഭയങ്കര വിഷമത്തിലായിരുന്നു മുസ്ലിങ്ങളെ എന്നാണ്. അപ്പോഴാണ് പിന്നെ ഖുറൈശികൾ അതിന് അവർക്ക് ഭയങ്കര അഹങ്കാരം ഉണ്ടായിന്ന്. അതോട് കൂടിയിട്ട് പിന്നെ ഖുറൈശികളും മുസ്ലിങ്ങളും തമ്മിലുള്ള തർക്കം കൂടി. അപ്പൊ ഈ അവസരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പിന്നെ ആയത്ത് ഇറക്കുന്നത്. അതായത് ശത്രുക്കള് ഭയങ്കരമായിട്ട് സന്തോഷിക്കണ്ട. എന്താണ്, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കാനൊന്നും വകയില്ല. കാരണം അല്പസമയത്തിനുള്ളിൽ, അല്പം കൊല്ലത്തിനുള്ളിൽ തന്നെ എന്ത് മുസ്ലിങ്ങള് ഇത് തിരിച്ചടിക്കും. മുസ്ലിങ്ങള് തിരിച്ചടിക്കുകയും അങ്ങനെ മുസ്ലിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാൻ പോകുകയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് പിന്നെ മുശ്രിക്കുകളെ ചൊടിപ്പിക്കുകയാണല്ലോ ചെയ്യുക. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല നടക്കാത്തൊരു കാര്യം പിന്നെ ആയത്തായിട്ട് നമ്മൾ വായിക്കുമ്പം ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം ശത്രുവിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇത് വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അവർക്ക് ദേഷ്യം കൂടുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പം പിന്നെ ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അറിയിക്കുന്ന കാര്യങ്ങള്, അതായത് ഇതുപോലെയുള്ള മൂജിസത്തുകൾ പറയുന്നത് അത് 9 വർഷത്തിന്റെ ഉള്ളിലാണ് അത് നടക്കല് എന്നാണ്. ഓക്കെ. 3 മുതൽ 9 വർഷത്തിന്റെ ഉള്ളിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുക. അതുവരെ കാത്തു നിൽക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ പിന്നെ ഈ പ്രവചനം അങ്ങനെ പുലർന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇങ്ങനെ ആയത്തിറങ്ങിയതോട് കൂടിയിട്ട് മുസ്ലിങ്ങൾക്ക് എന്തായി? ഉറപ്പായി അത് സംഭവിക്കും എന്നുള്ളത്. അങ്ങനെ ഈ പിന്നെ റോമക്കാർക്ക് പിന്നെ വിജയം ഉണ്ടാകും എന്ന് പറയുന്നത് അസംഭവ്യമാണ് എന്നുള്ളതാണ്. റോമ രാജ്യത്തെ തകർത്തിട്ട് മുസ്ലിങ്ങൾ അവിടെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത് അസംഭവ്യമായിട്ടായിരുന്നു ഖുറൈശികള് വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടെ എന്തായി? അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആ പിന്നെ 9 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ അത് സംഭവിക്കുകയാണ് ചെയ്തത്. ഓക്കെ. കാരണം മുസ്ലിങ്ങൾക്ക് അപ്പൊ ധൈര്യം വരികയാണ്. കാരണം ഞങ്ങൾക്ക് റോമയെ തകർക്കാൻ പറ്റും എന്നുള്ളത് അവർക്ക് സന്തോഷിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഒരു ആയത്ത് ഇറക്കി കൊടുത്തത്. ഓക്കെ. ഈ കാര്യത്തിന്റെ പേരില് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും
പിന്നെ മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് ഉബയ്യബിന് ഖലഫ് എന്ന് പറഞ്ഞ ഒരാളും തമ്മിൽ പന്തയം തന്നെ വെച്ചു എന്ന്. ഇത് സംഭവിക്കൂല എന്നുള്ളതിന് ഒക്കെ മുസ്ലിങ്ങൾ വിജയിക്കും, റോമ സാമ്രാജ്യത്തെ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ പന്തയം പോലും വെച്ചു എന്ന്. ഈ ഒരു ആയത്തിനെ വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പന്തയം വെച്ചു എന്ന്. കാരണം അത് സംഭവിക്കും എന്നുള്ളത് പറയാണ്. അതായത് നമുക്ക് ഖുർആനിലൊരു കാര്യം കണ്ടു കഴിഞ്ഞാല് നമ്മൾ അതിനെ കുറിച്ചിട്ട് നമുക്ക് ശങ്ക വരാൻ പാടില്ല, നമുക്കൊരു സംശയം വരാൻ പാടില്ല എന്നുള്ളതും കൂടിയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഓക്കെ. മ്യൂട്ടാക്കിയതാണോ? അല്ല അല്ല അല്ല, അൽഹംദുലില്ലാ. അങ്ങനെ ഈ കാര്യത്തില് പിന്നെ ആയത്തുകളൊന്നും ഇതിനെ കുറിച്ചിട്ടില്ല. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ റോമക്കാർ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതായത് മുസ്ലിങ്ങൾ റോമക്കാരെ നശിപ്പിച്ചു എന്നുള്ളതാണ്. അടുത്ത നാട്ടിൽ വെച്ച് തങ്ങളുടെ പരാജയത്തിന് ശേഷം അവർ വിജയം നേടുന്നതാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ മുമ്പും പിമ്പും അള്ളാഹുനാകുന്ന കാര്യങ്ങളുടെ നിയന്ത്രണം. അന്നേ ദിവസം സത്യവിശ്വാസികളെ സന്തോഷത്തിലാകുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇത് ആയത്തിറങ്ങി 7ാമത്തെ കൊല്ലാണെന്നും 9ാമത്തെ കൊല്ലാണെന്നും പറയുന്നുണ്ട്. അതിനിടയിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കുന്നവനത്ര പ്രതാപിയും കരുണാനിധിയും. അള്ളാഹുവിന്റെ വാഗ്ദാനം അത്ര ഇത്. അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. പക്ഷെ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. നമ്മള് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങള് നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് പരലോകത്ത് ഇങ്ങനെ നടക്കും, സ്വർഗമുണ്ട്, നരകമുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും വരും, നമ്മള് വിധിന്യായ ദിവസത്തില് നമ്മളെ ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ എല്ലാ കർമ്മങ്ങളും മുന്നിൽ വെക്കും, നമ്മുടെ ശരീരം അന്നേ ദിവസം സംസാരിക്കും. ഇതൊന്നും നമുക്ക് എന്താവുന്നില്ല, നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇപ്പോഴും പലർക്കും അല്ലെ. കാരണം എന്താണ്, അതിനെ കുറിച്ചിട്ട് അത് ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യം മാത്രമേ നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിക്കാനും നമുക്ക് അതിനെ ഉൾക്കൊള്ളാനും കഴിയുള്ളൂ. പരലോകം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരു ബുദ്ധി കൊണ്ടോ ഒരു ചിന്ത കൊണ്ടോ നമുക്ക് ഉൾക്കൊള്ളാനോ അതിനെ കുറിച്ചിട്ട് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയില്ല എന്നാണ്. കാരണം അത് നമ്മുടെ ഇമാജിനേഷനേക്കാളും ഉയർന്ന തലത്തിലുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും അതൊരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിംഹാസനം കൊണ്ടുവരക്കപ്പെടുന്നതും അത് മലക്കുകളുടെ ഒരു കൂട്ടം അത് വലിച്ചു കൊണ്ടുവരപ്പെടും എന്ന് പറയുന്നതും, നരകത്തിൽ നിന്ന് തല പുറത്തേക്ക് വരും, അത് നക്കി തുടച്ചുകൊണ്ട് നരകത്തിലേക്ക് തിരിച്ചു മടങ്ങും എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും. നമുക്ക് ചിന്തിക്കാനോ അതൊന്ന് ഇമാജിൻ ചെയ്യാനോ അതിനെ കുറിച്ചിട്ടൊന്ന് അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളതൊന്ന് സ്വപ്നത്തിൽ പോലും തോന്നാനോ ഒന്നും നമുക്ക് ഇന്ന് മനുഷ്യനെ കൊണ്ട് കഴിയില്ല. ഒരു മനുഷ്യനെ കൊണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ അതൊക്കെ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. അത് സംഭവിക്കും എന്നുള്ളത് അവന് ഉറപ്പിച്ചു വിശ്വസിക്കണം എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനില് നമ്മളെ അറിയിക്കുന്നതും കാരണം അള്ളാന്റെ കാര്യങ്ങൾ പറയുമ്പം ഒരിക്കലും ഭൂമിയിലെ നമ്മൾക്ക് ചുറ്റും നടക്കുന്ന അയൽവാസികളെ കുറിച്ചിട്ടും അയൽപക്കത്ത് തന്നെ നടക്കുന്നുണ്ട് എന്നുള്ള ഒന്നും ഖുർആനിൽ എഴുതി അറിയിക്കേണ്ട കാര്യമില്ല അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഖുർആനിലൂടെ പറയാന് അതൊന്നും ചെറിയ ചെറിയ വിഷയങ്ങളൊന്നും പറയേണ്ട കാര്യം അള്ളാഹ്ക്ക് ഇല്ല അല്ലെ. അത്രയുമാണ് ലോകത്തിന്റെ അധിപനായ അള്ളാഹ്ക്ക് നമ്മളുടെ മുകളിൽ ഉള്ളത്. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് അറിയിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ അത് മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് ഖുർആന്റെ വിശ്വാസം നമുക്ക് വർദ്ധിക്കാനും നമുക്ക് വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ട് നമുക്ക് അത് ഉറപ്പിക്കാനും മനസ്സിൽ ഉറപ്പിക്കാനുമാണ്. സ്വർഗത്തിന് 100 ദറജകളുണ്ട്, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്, നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് ചിന്തിക്കാനൊന്നും കഴിയാത്ത കാര്യമാണെങ്കിൽ പോലും നമ്മൾ അതൊക്കെ വിശ്വസിച്ചേ മതിയാവൂ എന്നുള്ളത് ഇതുകൊണ്ടാണ് പറയുന്നത്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന് 8ഉം നരകത്തിന് 7ഉം കവാടം എന്ന് പറഞ്ഞത്? അതിന്റെ പിന്നിൽ എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും അള്ളാഹ് ഇങ്ങനെ വെച്ചത്? അതും അള്ളാന്റെ റഹ്മത്ത്, കാരുണ്യം അള്ളാന്റെ ശിക്ഷയെക്കാളും മുൻകടന്നിരിക്കുന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാന്റെ റഹ്മത്താണ് ഏറ്റവും കൂടുതൽ എന്ന് അറിയിക്കാനും കൂടി വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞിട്ടുള്ള ഉലമാക്കള്.
അപ്പൊ അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് ശിക്ഷ എന്താണ്? നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്കുള്ള ശിക്ഷ മാത്രമേ കിട്ടുള്ളൂ. എന്നാൽ റഹ്മത്ത് എന്തുകൊണ്ടാണ് കിട്ടുന്നത്? നമ്മൾ ചെയ്ത നന്മയുടെ സബബായിക്കൊണ്ട് അതിനെ ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 100 ദർജയോളം സ്വർഗത്തിനുണ്ട്. അത് ഓരോ ദർജയും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും ദൂരമുണ്ട് ആ ലോകത്തിന് എന്നാണ്. ഒരു ദർജ എന്ന് പറയുന്നത് ഒരു ലോകമാണ്. ആ ലോകത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഉണ്ട് അതിന്റെ വലിപ്പം എന്നുള്ള. അതിനുശേഷമാണ് മറ്റൊരു ദർജ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത കർമ്മങ്ങള് എവിടെയും പോകുന്നില്ല. നമ്മൾ ഏത് കർമ്മത്തിലാണോ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല കർമ്മത്തിൽ നിന്ന് ആ കർമ്മത്തിലായിരിക്കും നമ്മൾ ആ ദർജ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ ആയത്ത് കൊണ്ട് നിങ്ങൾ കയറിപ്പോയിക്കൊള്ളുക എന്ന് പറയുന്നത്. ഖുർആൻ ആയത്തിൽ എവിടെയാണോ നമ്മുടെ ഖുർആൻ ആയത്ത് സ്റ്റോപ്പ് ആവുന്നത് അവിടെ ആയിരിക്കും നമ്മുടെ ദർജ എന്നാണ്. അതായത് ഓരോ ആയത്തും നമ്മൾ പഠിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരിക്കണം എന്നാണ്. ആ ജീവിതത്തിൽ പകർത്തുമ്പോൾ എന്താവും? അതൊരു അറിവുമാണ്, അതേസമയം അതൊരു അമലുമാണ് അല്ലെ? ആ അമല് പൂർത്തീകരിച്ചിട്ടല്ലേ നമ്മൾ അടുത്തേക്ക് പോവുക. അപ്പൊ ആ അമല് ഓരോന്നോരോന്നോരോന്ന് നമ്മൾ അത് അമലാക്കുകയാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി അതിനെ നമ്മളെ ജീവിതത്തില് ഇനി അതിൽ നിന്ന് ഞാൻ മാറിപ്പോകൂല, ഈ ഒരു കാര്യം ഞാൻ അള്ളാഹ് എന്താണോ എന്നോട് കൽപ്പിച്ചത് അത് ഞാൻ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്തേക്ക് പോകുന്നത്. അത് ചെയ്ത് അത് നമ്മുടെ അമലായി നമ്മുടെ ജീവിതമായി കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെയായിരുന്നു സഹാബികൾ ഖുർആനെ നോക്കിക്കണ്ടിരുന്നത്. ഖുർആനിലെ പിന്നെ ആയിഷ ബീവിന്റെ കഥ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉണ്ടല്ലോ, ആയിഷ ബീവിക്ക് അന്ന് ഖുർആന് ഒന്നും അറിയുമായിരുന്നില്ല. എന്നിട്ടും അള്ളാഹുലുള്ള ആ വിശ്വാസം അതില് മനസ്സിലാക്കി വെച്ചത് എന്താണ്? സബ്രൻ ജമീല എന്നുള്ള ആ ഒരു വാക്ക്, അതായത് പിന്നെ ഈ യൂസഫ് അലൈഹി ഇസ്ലാമിന്റെ പിതാവ് പറഞ്ഞ ആ വാക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ ആയിഷ ബീവിക്ക്. അപ്പൊ ആ വാക്കിലാണ് അവര് വിശ്വസിച്ചത്. അത് അവരുടെ ജീവിതത്തിൽ എന്തായി? അത് അമലായി അല്ലെ? ആ അമലായത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവർക്ക് എന്ത് വന്നത്? അവർക്ക് വഹി വന്നത്. അപ്പൊ ആ അമല് അവര് ആക്കിയത് കൊണ്ടാണ്. ഒരു പ്രയാസം വരുമ്പോ നമുക്ക് എത്രയോ ആയത്തുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? ഖുർആനിലെ എത്രയോ ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ളത് നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. എന്നിട്ടും നമുക്കൊരു പ്രയാസം വരുമ്പം നമ്മൾ ആ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്താറുണ്ടോ? നമ്മൾ പറയാറുണ്ടോ? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞാൻ എന്റെ റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ടോ? എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അതാണ് ചോദ്യം. നമ്മളവിടുത്തെ ഒരു കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുമ്പോ ആ കർമ്മം ജീവിതമായോ? ആ കർമ്മം ജീവിതമായോ? മാതാപിതാക്കളോട് എന്ന് പോലും പറയരുത് എന്ന് ഖുർആനിലെ ആയത്താണ്. നമ്മൾ ആ കർമ്മം ജീവിതമായോ? നമ്മുടെ കർമ്മം ജീവിതമായിട്ടുണ്ടോ? അത് നമ്മുടെ ഖുർആനിലെ ആയത്ത് നമ്മുടെ ജീവിതമായോ? ഞാനും നിങ്ങളും ചോദിച്ചു നോക്കുക. അത് എന്ന് ജീവിതമാകുന്നു അപ്പോഴാണ് എന്താവുന്നത്? നമ്മളെ പിന്നെ സ്വർഗത്തിന്റെ ആ ദർജയിലേക്ക് നമ്മൾ എത്തുള്ളൂ. ആ ആയത്തിന്റെ ദർജ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ആയത്ത് ജീവിതമാവണം. അപ്പോഴാണ് ആ ദർജ കിട്ടുക. അല്ലാതെ ഖുർആൻ ആയത്തുകൾ ഇങ്ങനെ ഓതി 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 തഫ്സീർ പഠിച്ചു, അത് പഠിച്ചു, ഇത് പഠിച്ചു, എന്തൊക്കെ പഠിച്ചു അതൊക്കെ ഞാൻ പഠിച്ചു, ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ പഠിച്ചു, പക്ഷെ അതൊന്നും കർമ്മത്തിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ ദർജ അതിലേക്ക് ഉയരൂല. നമ്മളെ ആയത്ത് മാത്രമാവും. നമ്മളെ ഖുർആൻ ആയത്ത് ഇങ്ങനെ നാവിൽ ഇങ്ങനെ പറയും, എന്നാലും അത് ജീവിതത്തിൽ കാണൂല. ചില ആളുകൾ ഹജ്ജ് ചെയ്ത് വന്നാലാണ് ഏറ്റവും നല്ല സ്വഭാവത്തിൽ കാണിക്കുക. ചില ആളുകൾ ഹജ്ജ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലാണ് ഏറ്റവും വേഴ്സായി മാറുക. രണ്ടും എന്താണ്? ഹജ്ജ് കൊണ്ട് നേടിയെടുത്തതാണ്. ഒരാള് ഒന്നും അറിയാതെ ഒരു അറിവില്ലാതെ ഹജ്ജിന് പോയി അയാള് ഹജ്ജിൽ നിന്ന് നേടിയെടുത്ത് വന്നിട്ട് പിന്നെ അയാൾ നന്മയിലേക്ക് മാറുകയാണ്. ഒരാൾ നന്മയിൽ നിന്ന ഒരാളാണ്, ഹജ്ജിന് പോയി വന്നതോട് കൂടിയിട്ട് അയാൾ എന്തായി? അയാൾ ഷ്രിങ്ക് ചെയ്തു അയാളെ തന്നെ. അയാൾ ഭയങ്കര പിന്നെ സ്ട്രിക്റ്റും, ആളുകളടുത്ത് ഭയങ്കര കാരണം ദീനിന്റെ കാര്യത്തിൽ അയാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആവുന്നതോട് കൂടിയിട്ട് അയാൾ എന്താ ചെയ്തു? ജനങ്ങളുടെ മുന്നിലും അയാള് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന ഒരാളായിട്ട് മാറി. രണ്ടും നേടിയത് എവിടുന്നാണ്? ഹജ്ജിൽ നിന്ന് തന്നെയാണ്. ഹജ്ജ് തന്നെയായിരുന്നു രണ്ടുപേരുടെയും കർമ്മം. പക്ഷെ സ്വർഗം നേടിയോ? രണ്ടുപേരിൽ ആരാ സ്വർഗം നേടിയത്? അത് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. ഒരു കർമ്മം ചെയ്തു, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ അത് കണ്ടോ? ഞാനും നിങ്ങളും മറ്റൊരാൾക്ക് നമ്മളെ നോക്കുമ്പം ഇപ്പൊ ഈ ഖുർആൻ ആയത്തുകളൊക്കെ നമ്മൾ വായിക്കുന്നു, നമ്മൾ തഫ്സീർ വായിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തില് അത് പകർന്നു കിട്ടിയോ? നമ്മുടെ സ്വഭാവത്തിൽ അത് മറ്റുള്ളവർ കണ്ടോ?
മറ്റുള്ള ഒരാൾ പറഞ്ഞു നിങ്ങളടുത്ത് നീ കുറച്ചും കൂടി നന്നായിട്ടുണ്ട്, നല്ല അവൾക്ക് നല്ല ക്യാരക്ടർ ആയിട്ടുണ്ട് ഇപ്പം, നമ്മളെ കുറിച്ച് പറഞ്ഞു ആരെങ്കിലും? കുറച്ചും കൂടി വിനയം നമ്മൾ കാണിച്ചോ? ആളുകളെ മുന്നിൽ കുറച്ചും കൂടി എളിമയോട് കൂടി ജീവിക്കാൻ പഠിച്ചോ? ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ പഠിച്ചോ? നമ്മുടെ അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മള് ഈ നൽകിയ അറിവിലും ഇൽമിലും അത് ഈ ഒരു ഇതിന് വന്നതിനും അൽഹംദുലില്ലാ പറയാൻ പഠിച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കിട്ടിയിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, വീണ്ടും എന്താ, നമ്മൾ പഴയത് തന്നെയാണ്. പഴയ ഫാത്തിമയും പഴയ ഫെബിനും പഴയ സൂറയും പഴയ ഖദീജയാണ്. അവിടെ ഒന്നും മാറ്റൊന്നും വന്നിട്ടില്ല. മാറ്റം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കാണുകയും ചെയ്യും. എളിമ കാണിക്കും, നമ്മൾ വിനയമുള്ളവരാകും, നമ്മള് എപ്പോഴും അൽഹംദുലില്ലാ പറയും, നമ്മുടെ മുഖം എപ്പോഴും പ്രകാശത്തിലാവും, നമ്മളെപ്പോഴും പുഞ്ചിരിയോടുകൂടി ആളുകളുമായിട്ട് പെരുമാറും, ആരെ കണ്ടാലും നമ്മൾ അവർക്ക് പരിഗണന കൊടുക്കും. ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളെയും നമ്മൾ പരിഗണിക്കും എന്നുള്ളതാണ്. എല്ലാ ആളുകളെയും നമ്മൾ പരിഗണിക്കും. ഒരു പണ്ഡിതന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് സംസാരിക്കുമ്പം അയാളുടെ അടുത്ത് വേറെ ആൾ വന്നിട്ട് ഒരു സംശയം ചോദിച്ചപ്പം ഇയാളുടെ അടുത്ത് പറഞ്ഞ് പൂർത്തിയായിട്ടില്ല, കാര്യം പൂർത്തിയായിട്ടില്ല. ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഇടയിലാണ് വേറെ ആൾ വന്നിട്ട് സംശയം ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യ ആളോടുള്ള സംസാരം പൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ മറ്റേ ആൾക്ക് ഇങ്ങനെ കുറച്ചു നേരം കാത്തു നോക്കി, ഇയാൾ പറയുന്നതിനൊന്നും മറുപടി പറയുന്നില്ല. അപ്പൊ ഇയാൾ തിരിച്ചു പോകാൻ നിന്ന്, രണ്ടാമത് വന്ന ആള് തിരിച്ചു പോകാൻ നിന്ന്. ആ പണ്ഡിതൻ എന്ത് ചെയ്തു, ഒരു കൈ കൊണ്ട് അയാളെ കൈ അവിടെ പിടിച്ചു വെച്ചു. ഒരു കൈ കൊണ്ട് മറ്റേ ആ പോകാൻ നിന്ന ആളുടെ കൈ പിടിച്ചു വെച്ചിട്ട് ഇയാളോടുള്ള സംസാരം തുടർന്നു. അതിനെന്താ മനസ്സിലാകുന്നത്? ആ സംസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്, നീ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ആ പണ്ഡിതന് കൈകൊണ്ട്, ആ ഒരു കൈകൊണ്ടുള്ള ഒരു പിടുത്തത്തിലൂടെ അയാളെ മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്നിട്ടുണ്ടാവും. അപ്പം ഇത് ഇന്ന് എന്താ മനസ്സിലാവുന്നത്? ഏതൊരാളെയും നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാ മനസ്സിലാവുന്നത്. ഏതൊരാളും നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ, ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളെ ചുറ്റുമുള്ള ആളുകളെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കലും സ്വകാര്യത ഒരു സഭയിൽ നമ്മൾ പറയാൻ പാടില്ല. സ്വകാര്യമായിട്ട് ഒരു കുശുകുശുക്കല് ഒരു സഭയിൽ ഉണ്ടാവാൻ പാടില്ല. കണ്ണുകൊണ്ടുള്ള ഒരു ആംഗ്യം നമ്മൾ അവിടെ നിന്ന് ഉണ്ടാവാൻ പാടില്ല. മറ്റൊരാളെ നമ്മൾ അപമാനിക്കണത്. കാരണം അയാളെ പറ്റിയിട്ടുള്ള കുറ്റമായിരിക്കാം ചിലപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ഒരാളോട് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 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 കൂട്ടായ്മയായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം പരിഗണിക്കണം മറ്റുള്ളവരെ എന്നുള്ളതും, എത്രത്തോളം ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ എത്രത്തോളം സഹകരണം വേണം എന്നുള്ളതും, ആളുകളെ എത്രത്തോളം പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടതെന്നും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിൽ എത്ര ആളുകൾ ആ കൂട്ടത്തിൽ പെടുന്നുണ്ട്, എത്ര ആളുകളുണ്ട് ആൾക്കൂട്ടങ്ങളിൽ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട്, എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട്, എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്? നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പറയുന്നു, ഐഹിക ജീവിതത്തിൽ നിന്ന് പ്രത്യക്ഷമായത് അവർ മനസ്സിലാക്കുന്നു, പരലോകത്തെ പറ്റിയാട്ടെ അവർ അശ്രദ്ധയിൽ തന്നെയാകുന്നു. അവരുടെ സ്വന്തത്തെ പറ്റി അവർ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും ശരിയായ മുറപ്രകാരം നിർണിതമായ അവധിയോട് കൂടിയുമല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. തീർച്ചയായും മനുഷ്യരിൽ അധിക പേരും തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിൽ വിശ്വാസമില്ലാത്തവരത്രേ. അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് തങ്ങളുടെ മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുന്നില്ലേ? അവർ ഇവരെക്കാൾ കൂടുതൽ ശക്തിയുള്ളവരായിരുന്നു. അവർ ഭൂമി ഉഴുതുമറിക്കുകയും ഇവർ അധിവാസം ഉറപ്പിച്ചതിനേക്കാൾ കൂടുതൽ അതിൽ അധിവാസം ഉറപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായി. എന്നാൽ അള്ളാഹു അവരോട് അക്രമം ചെയ്യുകയുണ്ടായിട്ടില്ല, പക്ഷെ അവർ തങ്ങളോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു. പിന്നീട് ദുഷ്ടവൃത്തി ചെയ്തവരുടെ പര്യവസാനം ഏറ്റവും മോശമായി തീർന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ചു തള്ളുകയും അവയെപ്പറ്റി അവർ പരിഹസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തതിന്റെ ഫലമത്രേ അത്. അള്ളാഹു സൃഷ്ടി ആരംഭിക്കുകയും പിന്നീട് ആവർത്തിക്കുകയും ചെയ്യുന്നു, പിന്നീട് അവങ്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. അന്ത്യസമയം നിലയിൽ വരുന്ന ദിവസം കുറ്റവാളികൾ ആശയറ്റവരാകും. അവർ പങ്കാളികളാക്കിയവരുടെ കൂട്ടത്തിൽ അവർക്ക് ശുപാർശക്കാർ ആരും ഉണ്ടായിരിക്കില്ല. അവരുടെ പങ്കാളിത്തത്തെ തന്നെ അവർ നിഷേധിക്കുന്നവരാകുകയും ചെയ്യും. അന്ത്യസമയം നിലയിൽ വരുന്ന ദിവസം അന്നാണ് അവർ വേർപിരിയുന്നത്. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ പൂന്തോട്ടത്തിൽ ആനന്ദം അനുഭവിക്കുന്നവരായിരിക്കും. എന്നാൽ അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്തെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിച്ചിട്ട് കളയുകയും ചെയ്തവരാരോ അവർ ശിക്ഷക്കായി ഹാജരാക്കപ്പെടുന്നവരാകുന്നു. ആകയാൽ നിങ്ങൾ സന്ധ്യാവേളയിൽ
വേളയിലായിരിക്കുമ്പോഴും പ്രഭാതവേളയിലായിരിക്കുമ്പോഴും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. ആകാശങ്ങളിലും ഭൂമിയിലും അവന് തന്നെയാകുന്ന സ്തുതി. വൈകുന്നേരം ഉച്ചതിരിയുമ്പോഴും അവനെ നിങ്ങൾ പ്രകീർത്തിക്കുക. നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ അവൻ പുറത്തു കൊണ്ടുവരുന്നു, ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെ അവൻ പുറത്തു കൊണ്ടുവരുന്നു. ഭൂമിയുടെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം അതിനവൻ ജീവൻ നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളും പുറത്തു കൊണ്ടുവരപ്പെടും. നിങ്ങളെ അവൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് നിങ്ങളതാ ലോകമാകെ വ്യാപിക്കുന്ന മനുഷ്യവർഗമായിരിക്കുന്നു. ഇത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. നിങ്ങൾക്ക് സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലെ? വിവാഹബന്ധത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അതില് മവദ്ദത്തും റഹ്മത്തും ഇറങ്ങൂല. അത് വിവാഹത്തിലൂടെ മാത്രം കിട്ടുന്നതാണ്. വിവാഹത്തിലൂടെ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് തമ്മില് ഇണകളാണ്. അവര് തമ്മിൽ ചിലപ്പോൾ വഴക്കുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു രാത്രി അവർ ഒരുമിച്ച് ഉറങ്ങിക്കഴിഞ്ഞാല് അതോട് കൂടിയിട്ട് കഴിഞ്ഞു പോയത് മുഴുവനും, കഴിഞ്ഞ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മുഴുവനും പേരുടെ ഉള്ളിൽ നിന്നും മറന്നു പോകുന്നു. എങ്ങനെ അത് സംഭവിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, അത് ഒരിക്കലും ഒരു മനുഷ്യൻക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അവര് ചിലപ്പോൾ ശത്രുക്കളെ പോലെ ആയിരിക്കും പെരുമാറുന്നത്. പക്ഷെ ഒരു രാത്രി അവർ രണ്ടുപേരും ഇണ ചേർന്ന് കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് കഴിഞ്ഞു പോയത് രണ്ടുപേരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നു. എങ്ങനെയാ അത് സംഭവിക്കുന്നത്? അള്ളാന്റെ റഹ്മത്ത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് വിവാഹബന്ധത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തും മവദ്ദത്തും ഇട്ടിട്ടുള്ളത്. അവിടെ വീണ്ടും എന്താണ്? വീണ്ടും പഴയ സ്നേഹത്തിലേക്ക് അവർ രണ്ടുപേരും വരികയാണ്. വീണ്ടും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ ഇണ ചേരുന്നതോടുകൂടി അവർ തിരിച്ച് പഴയ മുമ്പുണ്ടായിരുന്ന ആ സ്നേഹബന്ധം എന്തായിരുന്നു, ആ സ്നേഹബന്ധത്തിലേക്ക് അവർ തിരിച്ചു മടങ്ങുകയാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തിൽ മാത്രം പെട്ട ഒരു കാര്യമാണ്. അത് ഒരു സാധാരണ ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിച്ചെന്ന് വിചാരിച്ചിട്ട് അത് കിട്ടൂല. അവര് തമ്മിൽ ജീവിച്ചാലും കുറച്ചു കഴിഞ്ഞാൽ അവർ അടിച്ചു പിരിഞ്ഞ് അവര് രണ്ടും രണ്ടായിട്ട് പോകും. അതല്ലേ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കുറെ കാലം അവര് ഭയങ്കര സ്നേഹത്തിലൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷെ കോളേജ് കാലം കഴിയുന്നതോട് കൂടിയിട്ട് രണ്ടും രണ്ടായിട്ട് വേറെ കല്യാണം കഴിച്ചു പോകും. ഇത് വിവാഹത്തിൽ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? ഈ ഒരു മവദ്ദത്തും റഹ്മത്തും ഉണ്ടാവും. അവരുടെ ഉള്ളില് എന്നും അത് മരണം വരാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി കൊടുക്കുന്നതും അതുകൊണ്ടാണ്. അവരെത്ര തന്നെ വഴക്കടിച്ചാലും, അവർ വഴക്കടിക്കുന്നത് കണ്ടാലും മക്കളൊക്കെ വിചാരിക്കും എന്ത്, ഇതോടുകൂടി കഴിഞ്ഞ് ഉമ്മയും വാപ്പയും ഇനി ഒരിക്കലും ഒരുമിച്ച് ചേരൂല. പക്ഷെ അവരൊരുമിച്ച് പിറ്റേ ദിവസം രാവിലെ അവർ ഭയങ്കര സന്തോഷത്തിൽ ഒരുമിച്ച് കാണുകയും ചെയ്യും. അതുകൊണ്ടാണ് മക്കളെ മുമ്പിൽ വെച്ചിട്ട് വഴക്കടിക്കരുത് എന്ന് പറയുന്നത്. കാരണം അവരുടെ ഉള്ളില്, മക്കളുടെ ഉള്ളില് ഇത് ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടാവും. ഉമ്മയും വാപ്പയും എപ്പോഴും വഴക്കടിക്കും. പക്ഷെ ഉമ്മാനും വാപ്പാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, രാത്രി ഒരു ദിവസം ഒരുമിച്ച് കടന്നുറങ്ങുന്നതോട് കൂടിയിട്ട് അവരത് മാറും. അവര് അത് മറന്നുപോകും. പക്ഷെ മക്കൾ അത് മറന്നു പോകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കളെ മുമ്പിൽ വെച്ചിട്ട് അത് ചെയ്യരുത് എന്ന് പറയുന്നതിനും, അത് ഒരിക്കലും മക്കളെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ വഴക്കടിക്കരുത് എന്ന് പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. നിങ്ങൾക്ക് സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ആകാശഭൂമികളുടെയും സൃഷ്ടിയും നിങ്ങളുടെ ഭാഷകളിലെ വർണ്ണത്തിലുമുള്ള വ്യത്യാസവും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. തീർച്ചയായും അതിൽ അറിവുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. മനുഷ്യനെ പല പല പിന്നെ സ്വഭാവത്തിലും സംസാര ഭാഷയിലും അതുപോലെ തന്നെ കളറുകളിലും ഭംഗിയിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഭൂമിയിൽ അല്ലെ, ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയിട്ടുണ്ട്. പണക്കാരനും പാവപ്പെട്ടവനും ആക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ഭൂമിയിലെ ചലനത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഭൂമി ചലിക്കണമെങ്കിൽ, ഭൂമിയിലുള്ള വസ്തുക്കൾ അന്യോന്യം ചലിച്ചു മൂവ് ആവണമെന്നുണ്ടെങ്കിൽ പലതും പല കാറ്റഗറിയിൽ നിൽക്കണം. ഒന്ന് ഉയർന്നിട്ടും ഒന്ന് താഴ്ന്നിട്ടും പലതും അങ്ങനെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമിക്ക് ചലനശേഷിയുള്ളത്. കാരണം നമ്മൾ മറ്റൊന്നിലേക്ക് നമ്മളിങ്ങനെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എല്ലാതും തികഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാതും ഉണ്ടെന്ന് വിചാരിക്കുക. എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട് ഭൂമിയിൽ. നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാതും ഉണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമോ എന്തിനെങ്കിലും? ഇല്ല. മറ്റൊരാൾ നമ്മളെ വീട്ടിലേക്ക് കയറി വരും എന്തിനെങ്കിലും? ഇല്ല. കച്ചവട സ്ഥാപനങ്ങൾ നടക്കുവോ? ഇല്ല. ഒന്നും നടക്കൂല. ചലനശേഷി ഇല്ലാത്തൊരു ഒരു ഒരു ഭൂമിയായിട്ട് ഭൂമി മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽ പെട്ടതാണ് എന്ത്? ഏറ്റക്കുറച്ചിലുകൾ വെച്ചിട്ട് ദുനിയാവിനെ വെച്ചത് എന്നാണ്. ഒരാൾക്കുള്ളവനായിരിക്കും, ഒരാളില്ലാത്തവനായിരിക്കും. ഒരാള് പിന്നെ നല്ല സ്വഭാവമുള്ളതായിരിക്കും, മറ്റൊരാൾ സ്വഭാവ ദൂഷ്യമുള്ളവനായിരിക്കും. ഒരാൾ ശത്രുവായിരിക്കും, ഒരാൾ മിത്രമായിരിക്കും. ഭൂമിക്ക് ചലിക്കാനുള്ള കഴിവാണ് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഒന്നും വെറുതെ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്.
അതുകൊണ്ട് തന്നെ ഒരാൾ ഉന്നതിയിൽ നിൽക്കുന്നുണ്ടാവും, ഒരാൾ താഴ്ന്ന് നിൽക്കുന്നുണ്ടാവും, ഒരു രാജ്യത്തിനെ മറ്റൊരു രാജ്യം അടിക്കുന്നുണ്ടാവും, മറ്റൊരു രാജ്യം ഭയങ്കര സ്നേഹത്തിൽ ജീവിക്കുന്നുണ്ടാവും. ഇതൊക്കെ എന്താണ്? ഭൂമിയുടെ ചലനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച സബബുകളാണ്. ഈ സബബുകൾ കണ്ടിട്ട് ഇതിനെ നമ്മൾ പലതരത്തിൽ വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് അള്ളാന്റെ മൂജിസത്തായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച സബബുകളാണ്. അതുകൊണ്ടാണ് കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നതും, നമ്മൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ അലഞ്ഞു തിരിയുന്നതും, നമ്മൾ പിന്നെ ജോലിക്ക് പോകുന്നതും ഒക്കെ എന്താണ്? ഭൂമിയുടെ ചലനത്തിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച സബബുകളാണ്. അതിനെ ആ രീതിയിൽ നമ്മൾ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വേറെ തന്നെ ആയിട്ടാവും ആളുകളെ കാണുന്നത്. ശത്രുവിനെ കാണുന്നത് പോലും അതൊരു സബബാണ്. എനിക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്കെപ്പോഴും എപ്പോഴും അള്ളാന്റെ സംരക്ഷണം വേണമെന്ന് എനിക്ക് അള്ളഹാനോട് പറയാനുള്ള ഒരു സബബാണ് അവന്, അല്ലെ? അവനക്കെതിരെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുമല്ലോ, അല്ലെ? നമ്മൾ ഒരിക്കലും അതിനെ വെറുതെ സാരല്ലേ, അത് അവനല്ലേ, കുഴപ്പമില്ല, അവന് വന്ന് ഉപദ്രവിച്ചോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുവോ? ഇല്ല. നമ്മൾ അള്ളാന്റെ അടുത്ത് അഭയം തേടും, അള്ളഹാനോട് ചോദിക്കൂലേ? അള്ളാഹ് അത് സബബാക്കി വെച്ചതാണ്. അള്ളാന്റെ അടുത്തേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് അള്ളാഹ് സബബാക്കി വെച്ച ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഭൂമിയുടെ ചലനത്തിന് വേണ്ടിയിട്ട് ദൃഷ്ടാന്തമാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച അനുഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. രാത്രിയും പകലും നിങ്ങൾ ഉറങ്ങുന്നതും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. തീർച്ചയായും അതിൽ കേട്ട് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഭയവും ആശയും ഉളവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നതും, ആകാശത്ത് നിന്ന് വെള്ളം ചൊരിയുന്നതും, അതുമൂലം ഭൂമിക്ക് അതിന്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം ജീവൻ നൽകുകയും ചെയ്യുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. അതായത് പിന്നെ മിന്നലും ഇടിയും മിന്നലും, അല്ലെ? ഇടിയും മിന്നലും ഭയങ്കര ഇടി കേട്ടിട്ടൊക്കെ നമ്മള് ചെവി പൊത്തി എത്ര ആളുകളുണ്ട്, അല്ലെ? ഭയപ്പെട്ടവർ എത്ര ആൾക്കാരുണ്ട്. രാത്രിയിലെ ഇടിമിന്നലുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര പേടിയായിരുന്നു. ഇന്നത്തെ കാലത്താണ് അത്രയും പേടിയില്ലാത്തത്. കാരണം നമ്മൾ എന്തായി, വാർപ്പിട്ട വീടുകളിലും വലിയ വലിയ വീടുകളിലൊക്കെ താമസിക്കലായതുകൊണ്ട് നമുക്കത് പുറത്ത് നടക്കുന്നത് അത്ര വലുതായിട്ട് നമുക്ക് എഫക്റ്റ് ആവുന്നില്ല. പക്ഷെ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ അതൊക്കെ എന്തായിരുന്നു? ഭയങ്കര ഭയപ്പെടുത്തുന്നതായിരുന്നു. നല്ല മഴയുള്ള ദിവസം എന്ന് പറയുന്നതും രാത്രിയിൽ ഇടി വെട്ടുന്നതെന്നൊക്കെ പറയുന്നതും നമുക്ക് ഭയങ്കര പേടി ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു, അല്ലെ? നമ്മുടെ ഉമ്മാന്റെ അടുത്ത് പേടിച്ചിട്ട് പോയി കിടക്കും. നമ്മൾ ചിലപ്പോൾ വേറെ റൂമിലായിരിക്കും, പക്ഷെ ഇടി കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ചുരുണ്ടുകൂടി കിടന്ന എത്ര ആളുകളുണ്ട്, അല്ലെ? അതെന്താണ്? നമുക്ക് അത് ഭയം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് അത് ഭയം ഇപ്പോഴും ഉണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് ഭയമുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിന്റെ ഉള്ളില് നമ്മള് സംരക്ഷണത്തില് നമ്മൾ ഭയങ്കര സമാധാനത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്കത് തിരിച്ചറിയാൻ പറ്റാത്തത്. അപ്പൊ അതാണ് ആശയം ഉളവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നതും, ആകാശത്ത് നിന്ന് വെള്ളം ചൊരിയുകയും അതുപോലെ ഭൂമിക്ക് അതിന്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം ജീവൻ നൽകുകയും ചെയ്യുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. തീർച്ചയായും ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അവന്റെ കൽപ്പന പ്രകാരവും ആകാശവും ഭൂമിയും നിലനിന്ന് വരുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. പിന്നെ ഭൂമിയിൽ നിന്ന് നിങ്ങളെ അവൻ ഒരു വിളി വിളിച്ചാൽ നിങ്ങൾ അതാ പുറത്തു വരുന്നു. നമ്മൾ മരണപ്പെട്ടതിന് ശേഷം എന്താവും? പിന്നീട് അള്ളാഹു വിളിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്താവും? നമ്മള് തിരിച്ച് ഭൂമിയിൽ നിന്ന് എല്ലാവരും നമ്മള് പിന്നെ തിരിച്ച് മടങ്ങും എന്നുള്ളതാണ്. ഒരു ശബ്ദം കാഹളത്തിൽ ഊതുമ്പോൾ ഒരു ഊത്തില് ഭൂമി മുഴുവൻ നിർജീവാവസ്ഥയിലേക്ക് പോകും. പിന്നീട് തിരിച്ച് വീണ്ടും ഒരു കാഹളത്തിൽ ഊതുമ്പോൾ നമ്മളെല്ലാവരും പിന്നെ എഴുന്നേറ്റ് വരും എന്നുള്ളതാണ്. ഒക്കെ നാളെ പരലോക ജീവിതത്തിന്റെ സ്റ്റാർട്ടിങ് അവിടെയാണെന്ന് കാഹളത്തിൽ ഊതുന്നത്. ഒക്കെ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അവന്റെ അധീനത്തിലാകട്ടെ. എല്ലാവരും അവന് കീഴൊതുങ്ങുന്നവരാകുന്നു. അവനാകുന്ന സൃഷ്ടി ആരംഭിക്കുന്നതിന് പിന്നെ അവൻ അത് ആവർത്തിക്കുന്നു. അത് അവനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എളുപ്പമുള്ളതാകുന്നു. ആകാശങ്ങളിലും ഭൂമിയിലും ഏറ്റവും ഉന്നതമായ അവസ്ഥയിലുള്ളത് അവനാകുന്നു. അവൻ പ്രതാപിയും യുക്തിമാനുമത്രേ. നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് തന്നെ അള്ളാഹു നിങ്ങൾക്ക് ഇത് ഒരു ഉപമ വിവരിച്ചു തരുന്നു. നിങ്ങളുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയ അടിമകളിൽ ആരെങ്കിലും നിങ്ങൾക്ക് നാം നൽകിയ കാര്യങ്ങളിൽ നിങ്ങളോട് പങ്കുകാരാക്കുന്നുണ്ടോ? എന്നിട്ട് നിങ്ങൾ അന്യോന്യം ഭയപ്പെടുന്നത് പോലെ അടിമകളെയും നിങ്ങൾ ഭയപ്പെടുമാറ് നിങ്ങളിൽ ഇരുകൂട്ടരും അതിൽ സമാവകാശികളാവുകയും ചെയ്യുന്നുണ്ടോ? ചിന്തിച്ച് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അപ്രകാരം നാം തെളിവുകൾ വിവരിച്ചു തരുന്നു. നമ്മുടെ അടിമകള്, അല്ലെ? അടിമ സ്ത്രീകള് അല്ലെങ്കിൽ അടിമകളായിട്ടുള്ളവര്, നമ്മൾ അതേ വലിപ്പത്തിൽ നമ്മൾ കാണാറുണ്ട് അവരെ? ഇല്ലല്ലോ. അവരെ നമ്മൾക്ക് താഴെയായിട്ട് തന്നെയല്ലേ എപ്പോഴും കാണുന്നത്. നമ്മളെ വീട്ടിൽ പണിക്ക് വന്നാല്, ഇപ്പൊ അന്നത്തെ കാലത്ത് അടിമകൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ പണിയെടുത്ത് വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ മരിച്ചു പോകുന്ന ആളുകളായിരുന്നു അടിമകള്. അപ്പൊ അവരും യജമാനെ ഒരുമിച്ച് ഒരേ പോലെ കാണും.
ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന അടിമയായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ പണിക്ക് വരുന്ന ആളാണ്, അവനെ ഞാൻ എൻ്റെ അതേ സ്ഥാനത്തും കൊടുത്തിട്ട് ഞാൻ നിർത്തൂ? ഇല്ല. എന്താണ് നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടിമകളാണ് നമ്മളൊക്കെ, അല്ലെ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയെ അനുസരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മുകളിലുള്ള ബാധ്യതയാണ്. നമ്മൾ അടിമ സ്ത്രീ അല്ലെങ്കിൽ അടിമയായിട്ടുള്ളവര്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പണിക്ക് വന്ന ആള് നമ്മൾ പറഞ്ഞത് കേൾക്കാതെ അവർക്ക് തോന്നിയത് പോലെ ചെയ്താൽ നമ്മൾ വക വെച്ച് കൊടുക്കുവോ? നമ്മൾ വകച്ചു കൊടുക്കുവോ? അവരുടെ അപ്പൊ തന്നെ നമ്മളെടുത്ത് പുറത്താക്കും. ഒരൊറ്റ നേരം ഒന്ന് നമുക്കെതിരെ ഒന്ന് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ അയൽ വീട്ടിൽ പോയിട്ട് നമ്മളെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, നമ്മൾ പിന്നെ അവരെ വിളിക്കുവോ വീട്ടിലേക്ക് പണിക്ക്? ഇല്ല. നമ്മള് നമ്മള് അവര് നമുക്ക് അനുകൂലമായിട്ട് നിന്നാൽ മാത്രമേ എന്താക്കുന്നുള്ളൂ, നമ്മള് വീണ്ടും അവരെ പണിക്ക് വിളിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ അവരെ പിന്നീട് വിളിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ നമ്മൾ അള്ളാന്റെ അടിമയായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ എന്താവുന്നുള്ളൂ, അള്ളാന്റെ എല്ലാ റഹ്മത്തും എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് ചൊരിയുന്നുള്ളൂ. അത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് തിരിഞ്ഞു കളയും. എന്നിട്ട് പിന്നെ എന്ത് പറയും? അള്ള എന്നെ നോക്കിയില്ല, എന്നെ ഇതാക്കിയില്ല, എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം തന്നത്, എന്തിനാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, എന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കുടുംബത്തിൽ എത്തിച്ചത്, എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു മക്കളെ തന്നത്? നമ്മൾ പരാതിയോട് പരാതി. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്തോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ ചെയ്യേണ്ട കടമ ചെയ്തിരുന്നോ? മക്കൾ ഉണ്ടാവുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിച്ചിരുന്നോ? സാലിഹായ മക്കളെ കിട്ടാൻ നമ്മൾ ചോദിച്ചിരുന്നോ? നല്ല ഇണകളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്തിരുന്നോ? നമ്മൾ അതിനു വേണ്ടിയിട്ട് അള്ളാന്റെ അടുത്ത് ഉപദേശം തേടിയിട്ടുണ്ടോ? നമ്മള് ഓരോ കാര്യങ്ങൾക്ക് മുമ്പായിട്ട് അള്ളാന്റെ അടുത്ത് നിന്നുള്ള തൃപ്തിയും പൊരുത്തവും നമ്മൾ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് എല്ലതും നല്ല സൂപ്പറായിട്ട് കിട്ടണം. ജീവിതത്തിൽ എല്ലതും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കണം. അള്ളാന്റെ അടുത്തൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല, ചോദിച്ചു വാങ്ങിച്ചൊന്നുമല്ല. പക്ഷെ എല്ലാത്തിലും ഭയങ്കര ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് നേടിയെടുക്കണം. ജീവിതമാർഗമാണെങ്കിൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കണം, കച്ചവടങ്ങളാണെങ്കിൽ അത്രയും സൂപ്പറായിട്ട് നടക്കണം, മക്കളാണെങ്കിൽ അത്രയും നല്ല മക്കളാവണം, ഇണയാണെങ്കിൽ അത്രയും ഇനിയൊരു നല്ല ഇണയല്ല അതിലും നല്ല ഇണ തന്നെ എനിക്ക് ആവണം. എല്ലാതും എനിക്ക് എല്ലാതും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. പക്ഷെ അള്ളാന്റെ അടുത്ത് ചോദിക്കുന്നത്, ആഹാ, അത് അത് അതൊക്കെ അത് അറിഞ്ഞു തരേണ്ടതല്ലേ, അത് അള്ളാന്റെ കടമയിൽ പെട്ടതല്ലേ, അല്ലെ? എന്നാണ് നമ്മളൊക്കെ ചിന്ത. നമ്മളെ മക്കൾ പോലും പറയില്ലേ, ഇപ്പത്തെ കാലത്ത് പറയുന്ന മക്കള് പറയുന്നതാ, പിന്നെ ഞാൻ നിനക്ക് ഇതൊക്കെ ചെയ്തു തന്നില്ലേ തന്നെ, അതൊക്കെ നിങ്ങളെ കടമയിൽ പെട്ടതല്ലേ? മക്കള് നമ്മളെ അടുത്ത് പറയാറില്ലേ? അത് നിങ്ങളെ കടമയിൽ പെട്ടതാണെന്നാണ് ഇപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ മാതാപിതാക്കളുടെ അടുത്ത് പറയും. മാതാപിതാക്കൾ പറയുന്നത്, നിനക്ക് ഇതൊക്കെ ഞാൻ ചെയ്തു തന്നില്ലേ എന്ന് ചോദിച്ചാൽ, അതൊക്കെ നിങ്ങളെ കടമയിൽ പെട്ടതല്ലേ, നിങ്ങൾ ചെയ്യേണ്ടത് തന്നെയല്ലേ? അപ്പൊ അള്ളാന്റെ അടുത്ത് നമ്മളെ ചിന്താഗതി അത് തന്നെയാണ്. അള്ളാഹ് അതൊക്കെ ചെയ്തു തരേണ്ടതാണ്. നമ്മളെ ചോദിച്ചു വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹ്ക്ക് ഇങ്ങനെ കണ്ടറിഞ്ഞ് കല്യാണം കഴിക്കുമ്പോ പെർഫെക്റ്റ് ലേഡീനെ തന്നെ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ പെർഫെക്റ്റ് പുരുഷനെ തന്നെ കിട്ടണം, അതും എല്ലാം തികഞ്ഞത് തന്നെ ആവണം. ചോദിച്ചിട്ടുണ്ടോ റബ്ബിന്റെ അടുത്ത്? ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ സമ്മതം ചോദിച്ചിട്ടാണ് നമ്മൾ ഒരു പെണ്ണിനെ കാണാൻ പോയത്, അല്ലെങ്കിൽ ഒരു പുരുഷനെ കാണാൻ പോയത്, പുരുഷനെ കണ്ടെത്തിയത്, മാതാപിതാക്കൾ കണ്ടെത്തിയത്? എത്ര പ്രാവശ്യം ഇസ്തിഹാറ ചെയ്തിട്ടാണ് ഒരു വിവാഹം നമ്മൾ നടത്തി കൊടുത്തിട്ടുള്ളത് മക്കൾക്ക്? ഒന്നും ചെയ്തിട്ടില്ല. ഒക്കെ നമുക്ക് ആ സമയമാകുമ്പോ ഇങ്ങനെ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നു. എന്നിട്ട് അതിലെന്തെങ്കിലും ഒരു കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ ഒരു ജീവിതം, എന്റെ കുടുംബത്തിൽ വേറെ ആർക്കും എനിക്ക് അതൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടായത്, എന്റെ മാതാപിതാക്കളെ ശരിക്കും നോക്കാതെ കല്യാണം കഴിപ്പിച്ചത് കൊണ്ട് സംഭവിച്ചതാണിത്. നമുക്ക് നല്ല കയ്യും കാലും ശരീരവും ആരോഗ്യമൊക്കെ അന്നുണ്ടായിരുന്നല്ലോ. നമ്മൾ ചോദിച്ചു വാങ്ങിച്ചു അള്ളാന്റെ അടുത്ത്. മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും മുമ്പായിട്ട് നമ്മൾ നമ്മളെ തന്നെയല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? നമ്മൾ ചോദിച്ചിരുന്നു അള്ളാന്റെ അടുത്ത്? അപ്പൊ ചോദിക്കാതെ നമ്മൾക്ക് കിട്ടിയതിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ തൃപ്തിപ്പെട്ട് ജീവിക്കുക. ചോദിക്കാതെ കിട്ടിയതല്ലേ ഇതൊക്കെ, ഇത്രയെങ്കിലും കിട്ടിയില്ലേ, അതിന് നമ്മള് സംതൃപ്തരാവുക. ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിലാണ് നമ്മൾ എന്താവേണ്ടത്? നമ്മള് അള്ളാന്റെ അടുത്ത് പരാതി പറയേണ്ടത്. ചോദിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോൾ പരാതി പറയുമ്പോൾ അതിന് പിന്നില് ഒരു ഹിക്മത്ത് ഉണ്ടാവും. നമ്മൾ ചോദിച്ചു, നമ്മൾ ഒരുപാട് ദുആ ചെയ്തു, എന്നിട്ടാണ് വിവാഹം നടന്നത്. പക്ഷെ അവിടെ ഒരു പ്രയാസം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്, ഇന്ന മഅൽ ഉസ്രി യുസ്ര. ആ പ്രയാസത്തിന്റെ പിന്നാലെ ഒരു അനുഗ്രഹം വരുന്നുണ്ട്. ആ അനുഗ്രഹം നമുക്ക് അള്ളാഹ് തരാൻ വേണ്ടിയിട്ട് അതൊരു സബബാക്കിയതാണ്. കാരണം വേറൊരു ഇണ ചിലപ്പം വരേണ്ടി വരും,
അയിണ വരണമെന്നുണ്ടെങ്കിൽ ഇത് നടന്നേ മതിയാവും. അതിലേക്ക് എത്തണമെങ്കിൽ ഇത് നടന്നാലേ അത് എത്തുള്ളൂ. അങ്ങനെ ആവുമ്പോ എന്ത് സംഭവിക്കും? ഇത് നടന്നതിന് ശേഷം ഇതിന്റെ ശേഷം വേറെ അപ്പോഴും നമ്മളെ അടുത്ത് എന്തുണ്ടാവും? യക്കീൻ ഉണ്ടാവും. നമുക്ക് നല്ല ഉറപ്പുണ്ടാവും, ഇതെനിക്ക് വെറുതെ സംഭവിച്ചതല്ല, ഇതിന്റെ പിന്നില് ഒരു നല്ല ഹിക്മത്തുണ്ട്. നമ്മൾ നല്ല വിശ്വാസികളും ആവും. നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കുകയും ചെയ്യും. അല്ലാത്തവര് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് 29-ാമത്തെ ആയത്തിൽ. പക്ഷെ ആക്രമം പ്രവർത്തിച്ചവർ യാതൊരു അറിവുമില്ലാതെ തങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു വഴിതെറ്റിച്ചവരെ ആരാണ് സന്മാർഗത്തിലാക്കുക? അവർക്ക് സഹായികളായി ആരുമില്ല. ആകയാൽ സത്യത്തിൽ നേരെ നിലകൊള്ളുന്നവരായിട്ട് തന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു ആ പ്രകൃതിയെ എത്രേ അത് അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ലാതെ വക്രതയില്ലാത്ത മതം. പക്ഷേ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ അവങ്കിലേക്ക് തിരിഞ്ഞവരായിരിക്കും അവനെ സൂക്ഷിക്കുകയും നമസ്കാരം ഉറപ്പോലെ നിർവഹിക്കുകയും ചെയ്യുക. നിങ്ങൾ ബഹുദൈവ ആരാധകരുടെ കൂട്ടത്തിലായി പോകരുത്. അതായത് തങ്ങളുടെ മതത്തെ ഛിന്ന ഭിന്നമാക്കുകയും പല കക്ഷികളായി തിരികുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ ഓരോ കക്ഷിയും തങ്ങളുടെ പക്കലുള്ളതിൽ സന്തോഷമടയുന്നവരത്രേ. ജനങ്ങൾക്ക് വല്ല ദുരിതവും ബാധിച്ചാൽ തങ്ങളുടെ രക്ഷിതാവിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവനോട് അവർ പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ തന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം അവർക്ക് അനുഭവിപ്പിച്ചാൽ അവരിൽ ഒരു വിഭാഗം അതാ തങ്ങളുടെ രക്ഷിതാവിനോട് പങ്കുചേർക്കുന്നു. അങ്ങനെ നാം അവർക്ക് നൽകിയതിൽ നന്ദികേട് കാണിക്കയത്രേ അവർ ചെയ്യുന്നത്. ആകയാൽ നിങ്ങൾ സുഖം അനുഭവിച്ചു കൊള്ളുക വഴിയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. അതല്ല, അവർ അള്ളാഹുവോട് പങ്കുചേർത്തിരുന്നതിന് അനുകൂലമായി അവരോട് സംസാരിക്കുന്ന വല്ല പ്രമാണവും നാം അവർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ടോ? മനുഷ്യർക്ക് നാം കാരുണ്യം അനുഭവിപ്പിക്കുന്ന പക്ഷം അവർ ആഹ്ലാദം കൊള്ളുന്നു. തങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്തതിന്റെ ഫലമായി അവർക്ക് വല്ല ദോഷം ബാധിക്കുകയാണെങ്കിലോ അവരതാ ആശയറ്റവരാകുന്നു. താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഉപജീവനം വിശാലമാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു അവർ കണ്ടില്ലേ? വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് തീർച്ച. ആകയാൽ കുടുംബബന്ധമുള്ളവന് നീ അവന്റെ അവകാശം കൊടുക്കുക. അഗതിക്കും വഴിപോക്കനും അവരുടെ അവകാശങ്ങൾ നൽകുക. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കുന്നവർക്ക് അതാണ് ഉത്തമം. അവർ തന്നെയാണ് വിജയികളും. അതായത് കുടുംബബന്ധം പുലർത്തണം. അതുപോലെ തന്നെ അനാഥകളും അഗതികളുമായിട്ടുള്ള ആളുകളെ സഹായിക്കണം. വഴിപോക്കർക്കും അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കണം. വഴിപോക്കർ വന്നിട്ട് നമ്മളുടെ മുന്നിൽ കൈ നീട്ടിയാൽ അത് ഒരിക്കലും നമ്മൾ തട്ടിമാറ്റാൻ പാടില്ല. ഒരിക്കലും തട്ടിമാറ്റാൻ. ചിലപ്പം അവര് അത്രയും നമ്മൾ കാണുമ്പോൾ ചിലപ്പം ലാൻഡ് ക്രൂസ് വല്ല BMW അതുപോലത്തെ വലിയ വലിയ വണ്ടികളിലായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ എന്നാലും നമ്മുടെ മുന്നിൽ വന്നിട്ട് കൈ നീട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണം എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്. ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ പാടില്ല. അവൻ വന്നത് കണ്ടില്ല, അവന് കണ്ടില്ല, അവന് എത്ര വലിയ ഭംഗിയുള്ള വസ്ത്രമൊക്കെ ധരിച്ചിരിക്കണം, എന്നിട്ട് വന്നിട്ട് കൈ കിട്ടണ കണ്ടില്ലേ? ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. കാരണം എന്താ? വഴിപോക്കിന് കൊടുക്കാനുള്ള അവകാശം കൊടുക്കണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച. അവന്റെ ശരീരമോ അവന്റെ പ്രകൃതിയോ കണ്ടിട്ട് നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യാൻ പോണ്ട. അവന് ചിലപ്പോ എന്താവും? അവന്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ലാതെ നിൽക്കുകയായിരിക്കും. അവന്റെ കയ്യിൽ ചിലപ്പോൾ 5 പൈസ ഉണ്ടാവില്ല. നമുക്ക് വല്ലതും അറിയോ? അവൻ കൈ നീട്ടിയാൽ കൊടുക്കണം. അത് നമ്മുടെ മുകളിലുള്ള ബാധ്യതയാണ്. അവൻ എങ്ങനെയാണ്, അവന്റെ ശരീരത്തിന്റെ സ്ഥിതി എന്താണ്, അവന്റെ മോടി എന്താണ്, അതൊന്നും നോക്കേണ്ടതില്ല. വഴിപോക്കന് ചോദിച്ചു വന്നാൽ കൊടുത്തിരിക്കണം. അത് അള്ളാഹ് പറഞ്ഞ ഒരു കാര്യമാണ്. ഓക്കെ, യാത്രക്കാരന് ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസത്തിൽ പെട്ടിട്ടായിരിക്കും പെട്ടെന്ന് നമ്മളടുത്ത് മുന്നിലേക്ക് വരുന്നത്. നമ്മളത് പൂർത്തീകരിച്ചു കൊടുക്കണം. നമ്മൾ അതിനെ സബബാക്കിയതിന് അള്ളാഹിനെ സ്തുതിക്കുകയും ചെയ്യണം. അതാണ് പറഞ്ഞത്. ഓക്കെ, ജനങ്ങളുടെ സ്വത്തുക്കളുടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശക്ക് കൊടുക്കുന്ന പക്ഷം അള്ളാഹുവിൽ അത് വളരുകയില്ല. കച്ചവടത്തെ കുറിച്ചാണ്. കച്ചവടത്തില് ഇൻട്രസ്റ്റുമായിട്ട്, അതായത് പലിശയുമായിട്ട് ബന്ധപ്പെട്ടവന് അവന്റെ കച്ചവടം വളരൂല. ഇപ്പൊ നമ്മുടെ ജോലിയില് നമ്മള് ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മള് ജോലിയുടെ അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മള് പലിശക്ക് പൈസ എടുത്തിട്ട് നമ്മൾ വീട് വെക്കാൻ നിൽക്കും. അന്ന് മുതൽ നമ്മുടെ ജോലി എന്താവും? നമുക്ക് പ്രയാസാവും. കാരണം എന്താണ്? അള്ളാഹ് പറഞ്ഞതാണ് എന്ത്? കച്ചവടത്തില് വളർച്ച ഉണ്ടാവില്ല. പലിശയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കച്ചവടം, അത് എന്ത് തന്നെ ജോലി ആയിക്കോട്ടെ, കച്ചവടം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കടയിട്ട് ഇരിക്കുന്നതായിക്കോട്ടെ, എന്ത് തന്നെയായാലും നിങ്ങൾ ഈ പലിശയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതോട് കൂട്ടിയിട്ട് നിങ്ങൾക്ക് അള്ളാന്റെ മുമ്പിൽ അത് വളരൂല. ആ കച്ചവടം പിന്നെ വളർച്ച നിൽക്കും. അതാണ് മുഴുവൻ ആൾക്കാരും 100% പറയാം. ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സ് അതോടുകൂടി പ്രയാസത്തിലേക്ക് പോകും. ആ വാങ്ങിക്കുന്ന സമയത്തുള്ള സന്തോഷം മാത്രമേ അവന് അനുഭവിക്കുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീട് അവന് അത് കൊടുത്ത് വീട്ടുന്നത് വരെ അവന്റെ വീട്ടിലെ സമാധാനം ഉണ്ടാവില്ല, അവന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവില്ല, അവന്റെ ജീവിതത്തിൽ ബർക്കത്തും ഉണ്ടാവില്ല. ഇത് അള്ളാഹ് പറഞ്ഞതാണ്.
നമ്മളാരും നിശ്ചയിച്ചതല്ല അത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നതാണ്. അള്ളാഹുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടവനാണ് ഈ പലിശയുമായിട്ട് ബന്ധപ്പെടുക. കാരണം അള്ളാഹ് പറഞ്ഞതാണ്, ഈ ഞാനുമായിട്ടുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ ആരെ വിജയിക്കുള്ളൂ? അള്ളാഹ് വിജയിക്കുള്ളൂ. നമ്മളെന്താവും? നമ്മള് നമ്മള് നശിച്ചിട്ടായിരിക്കും അതിൽ നിന്ന് പുറത്തു കിടക്കുക. അത്രയും നാശത്തിലായിരിക്കും ആ കൊല്ലകളിൽ നടന്നു പോവുക. 5-6 വർഷം അവൻ അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് അത് കൊടുത്തു കൂട്ടേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ പലിശയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ കച്ചവടത്തിലോ നിങ്ങളെ ജീവിതത്തിലോ നിങ്ങളെ ഭവനങ്ങളിലോ നിങ്ങൾ എന്തെങ്കിലും ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇൻട്രസ്റ്റ് പലിശയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അത് ചെയ്യാതിരിക്കുക. ഓക്കെ. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വല്ലതും സക്കാത്തായി നൽകുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നവരത്ര ഇരട്ടി സമ്പാദിക്കുന്നവർ. അതായത് നമുക്ക് കിട്ടിയതിൽ നിന്ന് നമ്മൾ ജീവിക്കുകയും നമ്മൾ അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കച്ചവടം എന്താവും? അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നാണ്. ഓക്കെ. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ട് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകി, പിന്നെ നിങ്ങളെ അവൻ മരിപ്പിക്കുന്നു, പിന്നീട് അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും. അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന വല്ലവരും നിങ്ങളുടെ പങ്കാളികളാക്കിയവരുടെ കൂട്ടത്തിലുണ്ടോ? അവൻ എത്രയോ പരിശുദ്ധൻ, അവർ പങ്കു ചേർക്കുന്നതിനെല്ലാം അവൻ അതീതനായിരിക്കുന്നു. മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ച നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. അവർ പ്രവർത്തിച്ചതിന്റെ ചിലതിന്റെ ഫലം അവർക്ക് ആസ്വദിപ്പിക്കാൻ വേണ്ടി അത്രയത് അവർ ഒരു വേള മടങ്ങിയേക്കാം. നമ്മുടെ നമ്മൾ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ലോകത്ത് നടക്കുന്ന വരൾച്ച, അതുപോലെ തന്നെ അതിമഴ, അതായത് അതിവർഷം, ഭയങ്കര മഴ സംഭവിക്കുക, പിന്നെ ഉൽപ്പന്നങ്ങളുടെ കുറവുണ്ടാവുക. ഇതൊക്കെ എന്താണ്? നമ്മുടെ കൈകൾ ചെയ്തു വെച്ചതിന്റെ ഫലമാണെന്നാണ്. ഓക്കെ. ഇത് മനുഷ്യൻ ചെയ്യുന്ന അക്രമം കാരണമാണ് അവനക്ക് ഭൂമിയിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ പർവ്വതങ്ങൾ പൊട്ടിച്ചു കളയുക, പിന്നെ പുഴയെ വഴിമാറ്റി ഒഴുക്കുക. ഇതൊക്കെ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? കുറച്ചു കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഫലം ആ ഭൂമി തന്നെ തിരിച്ച് നമ്മളിലേക്ക് മടക്കും. ഇത് അള്ളാഹ് വെച്ച സബബ് മാത്രമാണ്. അത് നമ്മളെ കൈകൊണ്ട് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. നബിയെ പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. അവരിലധിക പേരും ബഹുദൈവ ആരാധകരായിരുന്നു. ആകയാൽ അള്ളാഹുൽ നിന്ന് ആർക്കും തടുക്കാനാവാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പായി നീ നിന്റെ മുഖം വക്രതയില്ലാത്ത മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. അന്നേ ദിവസം ജനങ്ങൾ 2 വിഭാഗമായി പിരിയുന്നതാണ്. വല്ലവനും നന്ദികേട് കാണിച്ചാൽ അവന്റെ നന്ദികേടിന്റെ ദോഷം അവന് തന്നെയായിരിക്കും. വല്ലവനും സൽക്കർമ്മം ചെയ്യുന്ന പക്ഷം തങ്ങൾക്ക് വേണ്ടി തന്നെ സൗകര്യമൊരുക്കുകയാണ് അവൻ ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് തന്റെ അനുഗ്രഹത്താൽ അള്ളാഹു പ്രതിഫലം നൽകുന്നതിന് വേണ്ടി അത്രയത് സത്യനിഷേധികളെ അവൻ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച മഴയെപ്പറ്റി സന്തോഷസൂചകമായി കൊണ്ടും തന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിപ്പിക്കാൻ വേണ്ടിയും തന്റെ കൽപ്പന പ്രകാരം കപ്പൽ സഞ്ചരിക്കാൻ വേണ്ടിയും തന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം നേടാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും അവൻ കാറ്റുകളെ അയക്കുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. ഓക്കെ. മഴ സന്തോഷമാണ്, കാരുണ്യാണ്. പിന്നെ കപ്പലുകൾ എന്തിനാണ്? കപ്പലുകളിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കാറ്റിനെ തന്നത് അനുഗ്രഹമാണ്. ഉപജീവനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒക്കെ ഭൂമിയില് സജീവമാക്കി വെച്ചതാണ് എല്ലാ കാര്യങ്ങളും. മഴയും ഒക്കെ ഉപജീവന മാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് മഴ വർഷിക്കുന്നതിലൂടെയാണ്. എന്താണ് നമ്മുടെ ഉപജീവനത്തിന്റെ തുടക്കം എവിടെയാണ്? മഴയിൽ നിന്നാണ്. ഭൂമിയിലെ ഉപജീവനത്തിന്റെ തുടക്കം എവിടെയാണ്? മഴ വർഷിക്കുമ്പം എന്തുണ്ടാവുന്നു? മഴയിലൂടെ നമ്മള് സൃഷ്ടിപ്പ് ആരംഭിക്കുകയാണ്. അതായത് നമ്മള് പിന്നെ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഭക്ഷണ വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ ഇതൊക്കെ ഉണ്ടാക്കും. അതിനെ അത് അത് അതുകൊണ്ട് എന്ത് ചെയ്യും? അത് മൃഗങ്ങൾക്ക് ഭക്ഷണമായി കൊണ്ടോ അങ്ങനെയുള്ളത് കൊടുക്കും. മൃഗങ്ങൾ എന്ത് ചെയ്യും? നമ്മള് പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പാലിന് വേണ്ടിയിട്ടും ഒക്കെ അതിനെ വളർത്തും. അതെന്താക്കും? അടുത്തതിലേക്ക് പോകും. അതെന്താവും? അടുത്തതിലേക്ക് പോകും. ഓരോന്നും പോയി 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 എല്ലാ കച്ചവട സ്ഥാപനങ്ങളുടെയും എല്ലാ കച്ചവടത്തിന്റെയും ഫസ്റ്റ് എൻട്രി എവിടെയാണ്? തുടങ്ങുന്നത് എവിടെയാണ്? മഴയാണ്. മഴ വർഷിപ്പിച്ച് അതിനുശേഷം എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ അയക്കും. ആ കാറ്റും കൂടി വരുന്നതോട് കൂടിയിട്ടാണ് ഭൂമി സജീവമാവുന്നത്. ഇത് രണ്ടും ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇനി എത്ര തന്നെ ടെക്നോളജി അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിങ്ങൾ കൊണ്ടുപോയിട്ടാലും മഴയും കാറ്റും ഒരാൾക്കും സൃഷ്ടിക്കാൻ പറ്റാത്തതാണ്. ഭൂമിയിൽ ഒരാൾക്കും ഇന്നുവരെ സൃഷ്ടിക്കാൻ പറ്റിയിട്ടുമില്ല. ഇനി ഒരു കാലഘട്ടത്തിൽ അത് സൃഷ്ടിക്കാൻ പറ്റൂല. അത് രണ്ടും ഒരാളെ കൊണ്ടും തുടങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ അത് തുടങ്ങിയാൽ മാത്രമേ ബാക്കിയൊക്കെ ഉണ്ടാവുള്ളൂ. ഭൂമിയുടെ സജീവത, അതായത് നിർജീവാവസ്ഥയിൽ നിന്ന് ഭൂമിയെ സജീവമാക്കുന്നത് തുടങ്ങുന്നത് മഴയിൽ നിന്നും കാറ്റിൽ നിന്നുമാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്.
നിനക്ക് മുമ്പ് പല ദൂതന്മാരെയും അവരുടെ ജനതയിലേക്ക് നാം നിയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് വ്യക്തമായ തെളിവുകളും കൊണ്ട് അവർ ദൂതന്മാർ അവരുടെ അടുത്ത് ചെന്നു. അപ്പോൾ കുറ്റകരമായ നിലപാട് സ്വീകരിച്ചവരുടെ കാര്യത്തിൽ നാം ശിക്ഷാ നടപടി സ്വീകരിച്ചു. വിശ്വാസികളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാകുന്നു. അള്ളാഹു ആകുന്നു കാറ്റുകളെ അയക്കുന്നവൻ. എന്നിട്ട് അവൻ കാറ്റുകൾ മേഘത്തിളക്കി വിടുന്നു. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അതിനെ ആകാശത്ത് പരത്തുന്നു. അങ്ങനെ അവൻ പല കഷ്ടങ്ങളയക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനിടയിൽ നിന്ന് മഴ പുറത്തു വരുന്നതായി നിനക്ക് കാണാം. എന്നിട്ട് തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ മഴ എത്തിച്ചു കൊടുത്താൽ അവരതാ സന്തുഷ്ടരാകുന്നു. മഴ വരുന്നതിന്റെ മുമ്പുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചും, മഴ വരുന്നതിന് മുമ്പ് കാറ്റിനെ അയച്ചിട്ട് മഴയുടെ ആകാശത്ത് നിൽക്കുന്ന ആകാശത്തേക്ക് മഴമേഘങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഭൂമിയിൽ നിന്ന് വെള്ളത്തിനെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ആകാശത്തേക്ക് പോവുകയാണ് അല്ലെ. എന്നിട്ട് ആകാശത്ത് അത് തങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് അത് പല പല കഷ്ണങ്ങളായിട്ടായിരിക്കും നിൽക്കുന്നത്. എന്നിട്ട് കാറ്റ് ഊതുന്നതോട് കൂടിയിട്ട് എന്താവും? അതൊക്കെ കൂടി ഒരുമിച്ച് ചേർന്ന് അതിന് ശക്തിപ്പെടുമ്പോ എന്താവുന്നു? അത് പൊട്ടിയിട്ട് താഴേക്ക് വീഴുന്നു. ആ പൊട്ടി താഴെ വീഴുമ്പോഴാണ് എന്താവുന്നത്? അത് മഴയാകുന്നത്. ഓക്കെ, ഇത് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഖുർആനിലൂടെ നമുക്ക് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരികയാണ്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? മഴ വർഷിക്കുന്നത്. അപ്പൊ അതിന്റെയും തുടക്കം എവിടെയായിരുന്നു? കാറ്റിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചതാണ് മഴയെ വർഷിപ്പിക്കുന്നതിന് കാരണമായത്. അതിനു മുമ്പ് എന്തായിരുന്നു? ഭൂമിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിനെ മുകളിലേക്ക് ഉയർത്തിയതായിരുന്നു അതിന്റെ തുടക്കം. അപ്പൊ നമുക്കൊരിക്കലും കാണാൻ കഴിയാത്ത ഭൂമിയുടെ സജീവതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. ഇതിനു മുമ്പ് ആ മഴ അവരുടെ മേൽ വർഷിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തീർച്ചയായും അവർ ആശയറ്റവർ തന്നെയായിരുന്നു. മഴ പെയ്യാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, നമ്മുടെ നാടുകളിലൊക്കെ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുആ ആണ്. ആ ദുആ കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മഴ വർഷിപ്പിക്കപ്പെടുന്നു. കാരണം ഇസ്തിഗ്ഫാറാണ് മഴ പെയ്യുന്നതിന്റെ ഒന്നാമത്തെ നമ്മുടെ സബബ്. നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇസ്തിഗ്ഫാർ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന അനുഗ്രഹങ്ങൾ തടയപ്പെടും. അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഫലങ്ങൾ നോക്കൂ. ഭൂമി നിർജീവമായതിനു ശേഷം എങ്ങനെയാണ് അവൻ അതിൽ ജീവൻ നൽകുന്നത്? തീർച്ചയായും അത് ചെയ്യുന്നവൻ മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് ഭൂമിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് തിരിച്ചു ഉയർത്തിക്കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയില്ലേ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഈ മഴയെ വർഷിപ്പിച്ച അള്ളാഹ്ക്ക് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ തിരിച്ച് മടക്കി കൊണ്ടുവരാൻ കഴിയൂലേ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഇനി നാം മറ്റൊരു കാറ്റ് അയച്ചിട്ട് അതിന് കൃഷി മഞ്ഞ നിറം ബാധിച്ചായി അവൻ കണ്ടാൽ അതിനുശേഷവും അവർ നന്ദികേട് കാണിക്കുന്നവരായിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതായത് പിന്നെ മഞ്ഞ നിറത്തിലാവും നമുക്ക് കൃഷി നശിച്ചു പോകുന്ന സമയം വന്നു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ എന്താവും? നമ്മൾ അള്ളാഹിനെ കുറ്റപ്പെടുത്തും. എന്നാൽ മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാനാവില്ല. തീർച്ച ഭദ്രന്മാർ പിന്നോക്കം തിരിഞ്ഞു പോയാൽ അവരെ വിളി കേൾപ്പിക്കാനും നിനക്കാവില്ല. ഇത് ഈ നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഏറ്റവും വലിയ തിന്മയുടെ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ്? മരിച്ചവരോട് സഹായം ചോദിക്കുക. മരിച്ചവരോട് സഹായം ചോദിക്കുക. ദുആകളില് പിന്നെ ഹക്ക് ജാ ബർക്കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പല ആളുകളും ദുആ ചെയ്യുന്നതാണ്. ഏറ്റവും നന്ദികേടാണത്. റസൂലുള്ളാന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അള്ളാഹ് എനിക്ക് തരണേന്നൊക്കെ പറയുന്നത് കാണാം. മരണപ്പെട്ടവരെ കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ചോദിക്കാൻ പറ്റൂല. ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹ്ക്ക് പങ്കു ചേർക്കുകയാണ്. ഒരാളെയും വെച്ചിട്ടല്ല അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടത്. നമ്മളും അള്ളയും തമ്മിലുള്ള സംസാരത്തിൽ എന്തിനാണ് ഭൂമിയിലുള്ള മനുഷ്യരെ നമ്മളെ ഇടയിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്? അവർക്ക് കൊടുത്തത് അവർക്കുണ്ട്, നമുക്ക് കൊടുത്തത് നമുക്കുണ്ട്. നമുക്കും അവർക്കും ഇടയിൽ അള്ളാഹ് മറയിട്ട് കഴിഞ്ഞതാണ്. അവര് മരണപ്പെട്ടു പോയി. അവര് ഭൂമിക്കടിയിലേക്ക് പോയി. അവര് നാളെ അള്ളാന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അവരോട് ചെയ്ത കർമ്മത്തിന്റെ ഫലം മാത്രമേ അവരടുത്ത് ചോദിക്കുള്ളൂ. നമ്മളെ കുറിച്ച് ചോദിച്ചുകൊണ്ട് അവരോട് അള്ളാഹ് ചോദ്യം ചെയ്യപ്പെടൂല. പിന്നെ എന്തിനാണ് നമ്മുടെ അമല് പോലും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്? പല ആളുകളും നമ്മുടെ കൂട്ടത്തില് എന്നും അത് നിർത്താൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട്. കാരണം ചെറുപ്പത്തില് മാതാപിതാക്കൾ പറയുന്നതും ഉസ്താദുമാര് പറയുന്നതും ഒക്കെ കേട്ട് 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 വളർന്നു വന്നിട്ട് ഇത് ഇന്നും ആ ഒരു തിന്മയിൽ നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒരാളുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ടൊന്നല്ല അള്ളാഹ് നമുക്ക് തരണത്. അങ്ങനെ അള്ളാഹ് തരൂല്ല. അതിന്റെ ആവശ്യവും അള്ളാഹ്ക്കില്ല. നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹ് നമ്മളെ കാര്യങ്ങൾ പൂർത്തിയാക്കാനും അള്ളാഹിനെ കൊണ്ട് കഴിയും. അതിന് നമുക്കിടയിൽ ഒരു അള്ളാന്റെ ഒരു അടിമേന്റെ ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ചോദിച്ച ഉത്തരം കിട്ടും. അതുകൊണ്ടല്ലേ നമ്മൾ ഹജ്ജിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കൈ ഉയർത്തുന്നത് എന്തിനാണ്? അള്ളാഹ് തരണകൊണ്ടല്ലേ. ഒന്നും കിട്ടാതെ ഹജ്ജിന് പോയിട്ട് ഒരാളും തിരിച്ചു മടങ്ങിയിട്ടില്ല.
അത് ഹക്ക് ജാഗ് ബർക്കത്ത് മുന്നിൽ വെച്ചവനക്കും കിട്ടിയിട്ടുണ്ട്, ഹക്ക് ജാഗ് ബർക്കത്ത് മുന്നിൽ വെക്കാത്തവനക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താ അള്ളാഹ്ക്ക് അത് തരാൻ കഴിവുള്ളത് തന്നെയല്ലേ. അത് മാത്രമായിട്ട് എന്താ ഒരു പ്രത്യേകമായിട്ടൊരു ഒരു മൂജിസത്ത് എന്താ ഇൽമിലുള്ളത്? എനിക്കത് മനസ്സിലായിട്ടില്ല. ആര് പറയുന്നതായാലും അള്ളഹാനോട് നേരിട്ട് ചോദിച്ചാൽ ഉത്തരം കിട്ടും. അതാർക്കായാലും ഒരു ഒരു പിന്നെ ഒരു പിന്നെ എന്താണ് ഒരാള് പ്രയാസത്തിലായി നിൽക്കുമ്പോ, അതായത് ഒരാളെ ഉപദ്രവിച്ചിട്ട് നമ്മൾ പ്രയാസത്തിലാണ്, അത് ആര് തന്നെ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഏത് മതസ്ഥരായിക്കോട്ടെ, അള്ളാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അള്ള ഉത്തരം കൊടുത്തിരിക്കും. അത് അള്ള പറഞ്ഞതാണ്. അള്ള ഉത്തരം കൊടുത്തിരിക്കും. അത് ഏത് മതസ്ഥരായിക്കോട്ടെ. അവർക്ക് അപ്പൊ അവർക്ക് എന്താ ഹക്ക് ജാ ബർക്കത്ത് മുന്നിൽ വെച്ചാലേ അവർക്ക് ഉത്തരം കിട്ടുള്ളൂ അള്ളാന്റെ അടുത്തുനിന്ന്. നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന രീതിയിൽ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള പല സമൂഹങ്ങൾക്കും പ്രയാസത്തിന് മുകളിൽ പ്രയാസം തന്നെ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നത്. അവർക്കൊരിക്കലും അവരുടെ ആ പ്രയാസത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തതും അവരെ ഏതെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും തിന്മ അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. നമ്മൾ പോലും നമുക്കൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റില്ല. അവരിങ്ങനെ പ്രയാസങ്ങളുടെ മുകളിൽ പ്രയാസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് അള്ളഹാനോട് ചോദിക്ക്, ദുആ ചെയ്യേ എന്ന് പറയാനല്ലാതെ അവർ ചെയ്യുന്ന തിന്മയുടെ എവിടെയാണ് തിന്മ കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. അവരും അള്ളയും തമ്മിലുള്ള സംസാരമാണ്, മുനാജാത്താണ്. അതിനിടയിൽ നമുക്കൊന്നും പറയാനോ നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അവരുടെ പ്രശ്നം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അവരിലേക്ക് തന്നെ നോക്കണം. എവിടെയാണ് എന്റെ തിന്മ കിടക്കുന്നത് എന്നുള്ളത് അവന് കണ്ടെത്തുക തന്നെ വേണം. അവൻ എന്ന് കണ്ടെത്തുന്നു അന്നേ അവനക്ക് അതിൽ നിന്ന് ആ പ്രശ്നത്തിൽ നിന്നുള്ള മോചനം കൊടുക്കുള്ളൂ. അതുവരെ ആ പ്രശ്നത്തിൽ അവൻ ഇടുവല്ല. കാരണം എനിക്കും എന്റെ അടിമക്കും ഇടയിൽ മറ്റൊരാളെ വെക്കുന്നത് അള്ളാഹ്ക്ക് അപമാനമാണത്. അള്ളാഹിനെ അപമാനിക്കുകയാണ് ശരിക്കും. റബ്ബിനെ അപമാനിക്കുകയാണ് നമ്മള് അള്ളാഹിന്റെ മുമ്പില് വേറൊന്നിനെ കൊണ്ടുപോയി വെച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കാൻ തന്നെ. അള്ളാഹ്ക്ക് എന്താ നമുക്ക് നേരിട്ട് തരാൻ കഴിയില്ലേ? നമ്മൾ അത്രയും നശിച്ചവരാണോ? നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക, നമ്മൾ അത്രയും നശിച്ച സമൂഹമാണോ? അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടൂലേ? നമ്മൾ തെറ്റ് ചെയ്ത സമൂഹമാണ്, അപ്പൊ അവരെ മുന്നിൽ നിർത്തിയാലേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരാള് പറയുന്നത് കേട്ടതാണ്. അതായത് പിന്നെ അവരെ വെച്ച് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് BMW പോകുന്ന പോലെയാണ്, മറ്റേതായിട്ടുണ്ടെങ്കിൽ KSRTC ബസ് പോണത് മാതിരിയാണ്. അതായത് ഉത്തരം കിട്ടാൻ കുറേ നേരം വൈകുന്നു. മറ്റേതായിട്ടുണ്ടെങ്കിൽ BMW പോകുന്ന പോലെ നമുക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുന്നു. ഇത്രയും വിഡ്ഢിത്തരം വിളമ്പുന്ന ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും വിഡ്ഢികളായിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയിലാണ് ഇസ്ലാമിന്റെ ഇത് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഉത്തരം കിട്ടാത്തത്. നമ്മളെ പിന്നെ തഖ്വന്റെ കുറവ് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നതും ഇതൊക്കെ പ്രവർത്തിക്കുന്നതും. വിശ്വാസത്തിലെ കുറവാണ് അതൊക്കെ. വിശ്വാസത്തിലെ കുറവ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ആ പ്രയാസത്തിൽ കടന്ന് കളിക്കുക എന്നുള്ളതല്ലാതെ, മുകളിൽ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുക എന്നുള്ളതല്ലാതെ, ഈ നമ്മളെ ഷിർക്കിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിടുതൽ വാങ്ങിച്ചാലല്ലാതെ നമ്മുടെ മനസ്സ് സമാധാനം അടയൂല. അത് ഏത് ആൾക്കാരായിക്കോട്ടെ, ഷിർക്ക് പൂർണ്ണമായിട്ടും ഉള്ളിൽ നിന്ന് മാറാതെ നമ്മുടെ പ്രയാസം തീരൂല. ആ ഷിർക്ക് മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് മാറിയവനാവട്ടെ, അവനക്ക് കുറച്ച് അമല് ചെയ്താൽ മതി, എന്നാലും അവന് സമാധാനമുള്ള ഉറക്കം കിട്ടും. ഷിർക്കിൽ പെട്ടവനുണ്ടല്ലോ, അവന് ഒരുപാട് അമല് ചെയ്യുന്നുണ്ടാ, രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ അവനിങ്ങനെ ഇബാദത്ത് തന്നെ ഇബാദത്ത്. അതിന്റെ ഇടയിൽ അവൻ എന്ത് ചെയ്യും? അവന് പല ഉസ്താദുമാരുടെയും ഇവരുടെയും ഒക്കെ പിന്നാലെ പോകും. അവന്റെ സമയം അവന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസത്തെ അവന് വെറുതെ അനാവശ്യത്തിലേക്ക് പോയിട്ട് അവന് നശിപ്പിക്കുകയാണ്. അവനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ പ്രശ്നങ്ങളൊന്നും തീരൂല. കാരണം എന്താണ്? അള്ളാഹ്ക്ക് പങ്കുകാരെ ചേർത്തവന്റെ മുമ്പില് അള്ള വരൂല, അള്ള നിൽക്കൂല. അള്ളാഹ്ക്ക് പകരം ഒരാളെ, അള്ളാന്റെ കഴിവിൽപ്പെട്ടതാണ് ഈ ആകാശങ്ങൾ ഭൂമി മുഴുവനും. ഇത്രയും വലിയൊരു ഇത് അള്ളാഹ്ക്ക് സൃഷ്ടിച്ചിട്ട് ഭൂമിയിൽ നിലനിർത്തി തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്കും അവന്റെ അടിമക്കും ഇടയിൽ എന്തിനാണ് ഒരു മനുഷ്യ സൃഷ്ടിപ്പിനെ കൊണ്ടുപോയി വെക്കുന്നത്? ഇത്രയും ആലോചിക്കാനുള്ള ഒരു ബുദ്ധി പോലും നമ്മുടെ ചെറിയ ബുദ്ധിക്ക് പോലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൽമ് പൂർത്തിയായിട്ടില്ല. ഇത്രയും എത്തേണ്ട കാര്യമൊന്നുമില്ല. അള്ളാന്റെ അടിമ
അതിന്റെ ഇടയിൽ വേറെ ഒന്നുമില്ല. അള്ളാന്ന് വിളിച്ച കണ്ടനാടിയോടടുത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. അള്ളാഹ് പറഞ്ഞതാ, നിങ്ങളുടെ കണ്ടനാടിയുടെ അടുത്ത്, അതായത് കഴുത്തിൽ നിങ്ങൾ കൈകൊണ്ട് തൊട്ട് നോക്കി, അവിടെ അള്ളാനെ വിളിച്ച അള്ളാഹ്ക്ക് ഉത്തരം കിട്ടുന്ന, അവിടെ വെച്ചിട്ട് നമ്മൾ, അതായത് പുറത്തു വരേണ്ട ശബ്ദം, ആ ആ ചിന്ത നമ്മുടെ ഉള്ളിൽ ഈ കണ്ടനാടിന്റെ അടുത്ത്, അത് നമുക്ക് പ്രയാസത്തിന്റെ മുകളിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരൂല വാക്ക്. പക്ഷെ നമ്മുടെ ഈ കഴുത്തിന്റെ അവിടെ വന്നിട്ട് ആ ഒരു പ്രയാസ വ്യസനം വന്ന് നിൽക്കും അല്ലെ? നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വരാതെ ഇങ്ങനെ വിങ്ങി നിൽക്കും നമ്മുടെ കഴുത്തിന്റെ അവിടെ. അവിടെ ഉണ്ട് റബ്ബ്, അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ റബ്ബ്. അത്രയും അടുത്ത് നിൽക്കുന്ന റബ്ബ് ഉണ്ടായിരിക്കെ നമ്മൾ എന്തിനാണ് മറ്റൊരു മനുഷ്യ സൃഷ്ടിപ്പിനെ വിളിച്ചിട്ട് കരയുന്നത്? ഇത്രയും വിഡ്ഢിയാണോ മനുഷ്യൻ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായിട്ടില്ലേ? എന്നെ കുറിച്ച് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായിട്ടില്ലേ? ഇതിനല്ലേ ഞാൻ എല്ലാ അള്ളാഹുവിന്റെ എല്ലാ പ്രവാചകന്മാരെ അയച്ച്, ഇത് പറയാൻ വേണ്ടിയിട്ടല്ലേ എല്ലാ പ്രവാചകന്മാർ ഭൂമിയിൽ വന്നത്? ഇതിനു വേണ്ടിയിട്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെച്ചിട്ടുള്ളത്? ഇപ്പൊ അടുത്ത് കണ്ടൊരിതാണ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസാണ്. ആ ഹദീസ് പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എല്ലാത്തിലും സോഷ്യൽ മീഡിയയിലും വരുന്നത് എന്താണെന്നറിയോ? അയാള് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. കണ്ടോ, അയാൾ പ്രവചിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അയാൾ പ്രവചിച്ചു. കണ്ട, ഉസ്താദ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാളും മുകളിലാണോ അയാൾ കിടക്കുന്നത്? ഇതാണ് മനുഷ്യന്റെ കഴിവുകേട് എന്ന് പറയുന്നത്. നമുക്ക് നേതാവ് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുകളെ 1400 വർഷങ്ങളായിട്ട് ഭൂമിയിലുണ്ട്. എന്നിട്ടും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു ഉസ്താദ് പറഞ്ഞതെന്നും പറഞ്ഞിട്ട് ഇന്ന് നടക്കുന്ന പ്രശ്നത്തിനെ പറയുന്ന ആളുകളുണ്ട്. അത് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ നമ്മുടെ മതത്തിനെ തന്നെ ചെറുതാക്കല്ല ചെയ്യുന്നത്. ഒരു മനുഷ്യനെയാണ് നമ്മൾ വലുതാക്കി വെക്കേണ്ടത്. നമ്മുടെ റസൂൽ ഇരിക്കെ നമ്മളൊരു മനുഷ്യന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ പിന്നാലെയാണ് നമ്മൾ പോകേണ്ടത്. ഇതാണ് നമുക്കിടയിൽ വരുന്ന ദുൽമിന്റെ ഒന്നാമത്തെ അടയാളങ്ങൾ. ഇങ്ങനെയാണ് ദുൽമുകൾ നമ്മൾ കാണുന്നത്. നമ്മുടെ ഇസ്ലാമിലെ ദുൽമുകൾ കാണുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയൊക്കെയാണ് ദുൽമുകൾ ആളുകൾ പടച്ചു വിടുന്നത്. എന്നിട്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അത് ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം, നിങ്ങൾ ഹദീസിൽ വായിക്കാത്തൊരു കാര്യം നിങ്ങൾ ഒരിക്കലും ഫോർവേഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ സ്വയം വായിക്കണം, അല്ലെങ്കിൽ അതിന് ആധികാരികമായിട്ട് അതിന്റെ അടിയിൽ നിങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്നാണ് ആ ഹദീസ് വന്നത്, ആ ഹദീസ് ഏതാ, മുസ്ലിമിൽ രേഖപ്പെടുത്തിയതാണോ, അത് ബുഖാരിയിൽ രേഖപ്പെടുത്തിയത്, അതിന്റെ നമ്പർ ഉണ്ടാവും. ആ കോട്ടടക്കമുള്ള ഹദീസ് ഇല്ലാതെ ആര് പറഞ്ഞാലും, അത് ഏത് ഉസ്താദുമാര് പറഞ്ഞാലും ഫോർവേഡ് ചെയ്തു കൊടുക്കരുത് ആർക്കും. കാരണം നമ്മൾ നമ്മുടെ ദീനിനെ കളവാക്കുകയാണ്. നമുക്കറിയില്ലല്ലോ, അവർ പറഞ്ഞു എന്നത് കൊണ്ട് നമ്മൾ എങ്ങനെ അത് വിശ്വസിക്കുക? അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്കത് പൂർണ്ണ ബോധ്യം വേണം. നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം വേണം. ആ പൂർണ്ണ ബോധ്യത്തിൽ വേണം നിങ്ങൾ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ. ഹദീസുകളൊക്കെ പ്രത്യേകിച്ചും, ഹദീസുകൾ നിർബന്ധമായിട്ട് നമുക്ക് അതിന്റെ കോട്ട് എവിടുന്നാ വന്നത് എന്നറിയാതെ ഫോർവേഡ് ചെയ്യാനേ പാടില്ല. ഒരു വലിയൊരു ഹദീസാണ്, നമ്മളൊക്കെ മുമ്പ് ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊക്കെ വിവാഹബന്ധം കഴിഞ്ഞവരായതുകൊണ്ട് തന്നെ പറയാണ്. അതായത് ഒരു ഹദീസ് ഉണ്ട്, അതായത് പിന്നെ വിവാഹബന്ധം വേർപ്പെടുത്തിയാൽ, അതായത് നമ്മള് മൊഴി ചൊല്ല് അല്ലെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയാല് അള്ളാന്റെ അർശ് വിറക്കപ്പെടും എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു മുമ്പ് കാലത്തൊക്കെ. കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നു അത്. അള്ളാന്റെ അർശ് വരെ വിറക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു പണ്ട് കാലങ്ങളില് നമ്മുടെ നമ്മളെ അമ്മമാരൊക്കെ നമ്മളെ വിവാഹബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന പ്രയാസത്തിന് പിടിച്ചു വെച്ചിരുന്നത്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, വിവാഹബന്ധങ്ങളിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ, സഹിക്കാൻ പറ്റാതാവുമ്പോൾ നമുക്ക് പിന്നീട് ഒരു നിവർത്തിയില്ലാതെ നമ്മൾ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ വന്ന് പറയും, നമ്മൾ പ്രശ്നങ്ങളാക്കും, നമ്മളൊക്കെ പറയും. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ പറയുന്നതാണ്, അള്ളാന്റെ അർശ് വിറക്കും, അതുകൊണ്ട് അവളോട് തിരിച്ചു പോകാൻ പറയും, എങ്ങനെയെങ്കിലും ആ ബന്ധം അങ്ങനെ തന്നെ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കും. ആ പ്രയാസത്തിന്റെ പ്രയാസം ഇന്നും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് പിന്നെ എന്തിനാണ് ഖുർആനിലെ ഒരു വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിനെ കുറിച്ചും അതെങ്ങനെയാണ് വിവാഹബന്ധം വേർപ്പെടുത്തി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും അതിന്റെ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകുമെന്നും അവൾക്കാണെങ്കിലും അവൻക്കാണെങ്കിലും അവരുടെ ജീവിതമാർഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നിശ്ചയിച്ചതെന്നും ഒക്കെ അള്ളാഹ് എന്തിനാണ് ഇതിൽ പഠിപ്പിച്ചത്? അങ്ങനെ ഒരു സംഭവം ദുനിയാവിൽ നടക്കും, ആ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെയാണ് നിങ്ങൾ അതിനെ മുന്നിൽ കാണേണ്ടത്. ഇത് പഠിപ്പിച്ചതെന്ന് എന്തിനാണ് അള്ളാഹ്? വെറുതെ ഒരു ആയത്തായിട്ടോ?
വെറുതെ ഖുറാനിലെ ആയത്ത് പഠിക്കാൻ വേണ്ടിയിട്ടത് അല്ല. നമ്മുടെ ജീവിതങ്ങളിൽ അത് സംഭവിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പോകണം. അതിനെ നിങ്ങൾ ക്ഷമയോട് കൂടി നേരിടണം. നിങ്ങൾക്ക് ഇതിനേക്കാളും അള്ളാഹ് സുബ്ഹാനഹു വ തആല ഖൈർ വെച്ചിട്ടുണ്ടാവും. അതിന്റെ ഒരു സബബ് വേറെ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഈ ഒരു യഖീൻ ഇല്ലാത്തതുകൊണ്ട് മാതാപിതാക്കൾ മക്കളുടെ ജീവിതം പ്രയാസത്തിലാക്കി ആ മക്കൾ ഇന്നും പ്രയാസത്തിന് മുകളിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പ്രായമായ ആളുകൾക്ക് അറിയുന്നുണ്ടാവും. ഇന്നും അതിന്റെ പ്രയാസം ഇന്നും ജീവിതത്തിൽ തീർന്നിട്ടില്ല. മക്കളെ മക്കളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രയാസം. അപ്പൊ അള്ളാഹ് തന്ന അനുഗ്രഹത്തെ വേണ്ടാന്ന് വെക്കാന് ഭൂമിയിൽ അറിവില്ലാത്തത് കൊണ്ടാണ് നടക്കുന്നത്. അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് ഇതൊക്കെ നടക്കുന്നത്. അറിവ് ശരിക്കും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഈസിയാണ്. ദുനിയാവിലെ അള്ളാന്റെ ഈ ഒരു ഇൽമും ഈ ഒരു നമ്മള് മുസ്ലിം എന്നുള്ള ഈ ഉമ്മത്തും അത്രയും ബർക്കത്ത് ചെയ്യപ്പെട്ടവരാണ്, അത്രയും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ മറ്റുള്ള മതസ്ഥര് വെറുക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എന്താണ് ബർക്കത്ത് കാണുന്നതുകൊണ്ടാണ്. നമുക്ക് എപ്പോഴും ജീവിതത്തില് കച്ചവടങ്ങളിലാണെങ്കിലും അവര് കണ്ട ഉന്നതിയിൽ നിൽക്കണം, അവര് കണ്ട ഉന്നതിയിൽ നിൽക്കണം എന്ന് പറയുന്നുണ്ടാവും. എല്ലാ മതസ്ഥരും അതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? അള്ളാന്റെ അനുഗ്രഹം അത്രയും ഇറങ്ങിയ സമൂഹമാണ് മുസ്ലിം ഉമ്മത്ത്. അവരിൽ തന്നെയാണ് എന്തുണ്ടാവുന്നത്? ഈ ശിർക്കും ഈ ബിദ്അത്തും നടക്കുന്നത്. അറിവില്ലായ്മ കൊണ്ട്. അള്ളാന്റെ ഇൽമ് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാല്, അള്ളാന്റെ കലാമ് നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാല്, ഹദീസുകൾ കറക്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും നമുക്ക് സംസാരിക്കാൻ വോയിസ് ഉണ്ടാവും. ഒരാൾ ചെയ്യുന്ന തിന്മ കണ്ടാൽ തടുക്കാനുള്ള, കൈകൊണ്ട് തടുക്കാനും നാവ് കൊണ്ട് തടുക്കാനും ഒക്കെ നമുക്ക് കഴിയും. അറിവില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒക്കെ പേടിയാണ്. അതങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഇതിങ്ങനെ പറഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും, അത് ശരി തന്നെ ആയിരിക്കൂല ചിലപ്പം. ഇതുകൊണ്ടാണ് നമ്മുടെ ഉമ്മത്ത് നശിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇൽമ് നേടുക, ഇൽമിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ എവിടെ ഇൽമ് കിട്ടുകയാണെങ്കിലും നിങ്ങളത് പഠിക്കാൻ തയ്യാറാവുക. അത് നല്ല സോഴ്സിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കുകയും ചെയ്യുക. ഒരിക്കലും അവിടെയും ഇവിടെയും കണ്ടതൊന്നും പഠിക്കരുത്. ശരിക്കും ശരിയായ സോഴ്സ് ആണെന്ന് നോക്കുക. അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ച് പറയുന്ന ആളുകളാണോ നോക്കുക. അതനുസരിച്ച് അവർക്ക് കൂടെ നിൽക്കുക. നിങ്ങൾ വിജയിക്കും എന്നുള്ളതും നിങ്ങളുടെ മനസ്സ് സമാധാനം അടയും എന്നുള്ളതും 100% ഉറപ്പാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സ് സമാധാനം അടയും. ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇപ്പൊ ഇത് റമളാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൽമിന്റെ വഴികൾ തുറക്കപ്പെടും. ഇത് ഞാൻ എന്റെ ഈ ക്ലാസ് തുടങ്ങുന്ന അന്ന് മുതൽ ഞാൻ കണ്ടതാ. എത്രയോ ക്ലാസ്സുകളിലേക്ക്, എത്രയോ പഠനത്തിലേക്ക് അവരൊക്കെ വലിയ വലിയ ടീച്ചേഴ്സ് ആയിട്ടും വലിയ വലിയ ആളുകളായിട്ടും പോകുന്നത് ഞാൻ കണ്ടതാ കണ്ണുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അറിവ് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തെ അത് മാറ്റിമറിക്കും. നിങ്ങൾ സമാധാനം അറിയുന്ന മനസ്സാവും. നിങ്ങളുടെ മക്കളിലും അതിന്റെ സന്തോഷം കാണും, നിങ്ങളുടെ കുടുംബങ്ങളിലും അത് സന്തോഷം കാണും. അറിവാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. ആ അറിവ് കിട്ടിക്കഴിയാതെ നിങ്ങൾക്ക് ഒന്നിനും പൂർണ്ണത കിട്ടൂല. ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല, ആൻസർ കിട്ടൂല. എന്താണ് ഇത് സംഭവിക്കുന്നത്, എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അത് അറിവില്ലാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നമുക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഉത്തരം നമുക്ക് കിട്ടും. ഏറ്റവും ഉന്നതമായിട്ടുള്ള ഉത്തരവായിരിക്കും. നമുക്ക് എല്ലാത്തിനും മനസ്സമാധാനത്തോട് കൂടിയിട്ട് ഉറങ്ങാനും കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ഭാഗം എടുക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു മുബാരിക്. എല്ലാവരും അറിവ് നേടാൻ പരിശ്രമിക്കുക. അല്ലാതെ ഏത് സമയത്തും ക്ലാസ്സിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ടല്ല. അറിവെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് മതിയാവും. നമ്മുടെ ജീവിതകാലം മുഴുവനും ജീവിക്കാൻ പിന്നെ ഒരു ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇൽമെന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ള ഇൽമാണ്. ആ അറിവ് പൂർണ്ണമായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനത്തോട് ജീവിക്കാനും പറ്റും. നമ്മുടെ അമലുകളിലൊക്കെ സന്തോഷം ഉണ്ടാവും. അത് കുറച്ചാണെങ്കിലും അള്ളാഹിന്റെ മുമ്പിൽ പോയി നിന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അള്ളാന്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഒന്ന് കരഞ്ഞാൽ തീരുന്ന പ്രശ്നമേ നമുക്ക് ദുനിയാവില് എന്തിലും ഉള്ളൂ. മാക്സിമം എന്താണ്? നമ്മളെ തിരിച്ചു വിളിക്കുകയും ചെയ്യും. അതല്ലേ ഭൂമിയിൽ നമുക്ക് മാക്സിമം ആയിട്ട് ദുനിയാവിൽ വരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് മരണമാണ് അല്ലെ. നമ്മൾ മരണത്തിനെ കാത്തിരിക്കാൻ പാടില്ല. പക്ഷെ അറ്റ് ദ എൻഡ് നമുക്ക് ദുനിയാവിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അള്ളാഹ് നമ്മളെ തിരിച്ചെടുക്കും. പിന്നെന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? അള്ളാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ച് നല്ല രീതിയിൽ നമ്മൾ മടങ്ങും. അതും സന്തോഷത്തിൽ മടങ്ങും.
അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിയിലെ പ്രയാസങ്ങളൊന്നും പ്രയാസങ്ങളെ അല്ല, നമുക്ക് വെറുതെ തോന്നുകയാണ് പ്രയാസമായിട്ടൊക്കെ. ഒക്കെ ഈസിയാണ്. നമ്മള് ഇൽമെടുത്തു കഴിഞ്ഞാല്, അറിവ് നേടിക്കഴിഞ്ഞാല് ബാക്കിയൊക്കെ നിസാരമാകും. എന്തും നിസാരമാവും നമുക്ക്. ഒക്കത്തിനും ഒരു കൈക്കുമ്പിളിലുള്ളതേ ഉള്ളൂന്ന് നമുക്ക് മനസ്സിലാവും ദുനിയാവിലെ നേടിയതൊക്കെ. പ്രയാസം അനുഭവിച്ചവർക്ക് അറിയുന്നുണ്ടാവും. ഒരു പ്രയാസത്തിന് ശേഷം സന്തോഷം വന്നു കഴിഞ്ഞാല് ആ കഴിഞ്ഞു പോയ പ്രയാസങ്ങളൊക്കെ നിസാരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തോന്നും. അതുപോലെ തന്നെയാണ് ഭൂമിയിൽ നിന്ന് നമ്മൾ തിരിച്ചു മടങ്ങിയാലും. പരലോകത്തെത്തി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ദിവസം ഭൂമിയിൽ ജീവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു വൈകുന്നേരം നേരാണ് ഞാൻ നിന്നതെന്ന് പറയും. അത്രേ നമ്മൾ നിന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് സൂറത്തുൽ ഖൗഫില് പിന്നെ 8 ആളുകള് പിന്നെ ഗുഹേന്റെ ഉള്ളിൽ പെട്ടിട്ട് അവര് അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും ജീവിച്ചപ്പം അവര് ഉറങ്ങിക്കിടന്ന പോലെയാണ് അവർക്ക് തോന്നിയത്. എന്താ ഇപ്പൊ കുറച്ചു നേരത്തെ ഉറങ്ങിയതല്ലേ, നമ്മളിന്ന് പോയിട്ട് സാധനം വാങ്ങിച്ചോണ്ടിരാന്ന് പറഞ്ഞ് അവര് പോകുന്നത്. അവിടെ പുറത്തു പോയി അവര് സാധനം വാങ്ങിക്കാൻ പോയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്ത്, അവർ എത്രയോ കൊല്ലങ്ങളായിരുന്നു ഉറങ്ങിപ്പോയതെന്ന്. പക്ഷെ പിന്നീട് അവർക്ക് ജീവിക്കാനും പറ്റില്ല. കാരണം എന്താണ്, കാലഘട്ടങ്ങൾ മാറി. നമ്മള് ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെയും ഭൂമിയിലേക്ക് തിരിച്ചു മടങ്ങി വന്നാല് നമ്മളെ സ്വീകരിക്കാൻ ഒരാളും ഉണ്ടാവില്ല. കാരണം കാലഘട്ടങ്ങൾ മാറി മാറി മറിയും. കാരണം ഒരാൾക്കും നമ്മളെ ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് തോന്നുകയാണ് ഇന്ന് ഭൂമിയിൽ നമ്മൾ ജീവിച്ചേ മതിയാവും, നമ്മൾ ഭയങ്കര ആവശ്യക്കാരാണ്, നമ്മൾ ഭൂമിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറി മറിയും, എന്റെ എല്ലാ കാര്യങ്ങളും പ്രയാസത്തിലാവും. ഒന്നും സംഭവിക്കില്ല. എല്ലാം ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു മടങ്ങി വന്നാല് നമ്മുടെ ഭർത്താവ് വരെ ചോദിക്കും, എന്തിനാ തിരിച്ചു വന്നത്, ഞാൻ വേറെ കല്യാണത്തിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചു വെച്ചതായിരുന്നു. നമ്മൾ ആവശ്യം ഉണ്ടാവില്ല പിന്നെ ആർക്കും. അതാണ് ഭൂമിയുടെ അവസ്ഥ. അതാണ് അള്ളാഹ് വെച്ചിരിക്കുന്ന സബബ് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹിലുള്ള വിശ്വാസം പൂർത്തിയായി കഴിഞ്ഞാല് ബാക്കിയൊക്കെ നമുക്ക് നിസ്സാരമായി തോന്നും. എന്തും നിസ്സാരമായി തോന്നും. എന്ന് കരുതി എല്ലാത്തിനും നിസ്സാരമാക്കണം എന്നുള്ളതല്ല. അള്ളാഹ് തന്ന സൃഷ്ടിപ്പിനോടുള്ള കാണിക്കേണ്ട എല്ലാ മര്യാദകളും നമ്മൾ കാണിക്കും, എല്ലാവരെയും നമ്മൾ പരിഗണിക്കും. പക്ഷെ അള്ളാഹിലുള്ള വിശ്വാസത്തിന്റെ മുകളില് മറ്റൊന്നിനും നമ്മൾ വെക്കൂല, മറ്റൊന്നിനും നമ്മൾ ഒരു സാധ്യതയും കൽപ്പിക്കൂല. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതൂബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബി റഹ്മാ കമാ റബ്ബയാനി സഖീറ. റബ്ബി റഹ്മാ കമാ റബ്ബയാനി സഖീറ. റബ്ബി റഹ്മാ കമാ റബ്ബയാനി സഖീറ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുരിയത്തൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉ ദുആ. യാ ഗനിയല്ലാഹ് അഗ്നിനി ബിഫദ്ലിക മൻ സിവാക റബ്ബി അൻസിനി മൻ സലമ ബാറക അൻത ഖൈറുൽ മുൻസിലീൻ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ ഇഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫിനി വർസിഖ്നി വഅദ്നി വഅഫിനി ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നാ അസ്അലുക ജന്നാത്തുൽ ഫിർദൗസിൽ അല. അല്ലാഹുമ്മ ഇന്നാ അസ്അലുക ജന്നാത്തുൽ ഫിർദൗസിൽ അല. അല്ലാഹുമ്മ ഇന്നാ അസ്അലുക ജന്നാത്തുൽ ഫിർദൗസിൽ അല. റബ്ബി അൻസിൽനി മുൻസിലമ ബാറക അൻത ഖൈറുൽ മുൻസിലീൻ. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ വതമ്മിം ബിൽ ഖൈർ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ ഇഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫിനി വർസിഖ്നി വഅദ്നി വഅഫിനി ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. آمين يا رب العالمين. യാ റഹ്മാൻ റഹീമായ യാദൽ ജലാൽ ഇക്രാമായ ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുക അല്ലാഹുവേ. നിന്റെ കലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ മജ്ലിസിനെ അല്ലാഹു ഉയർത്തി തരികയും അല്ലാഹു സ്വർഗ്ഗപൂവാൻ ജനാത്തുൽ ഫിർദൗസിൽ അലയിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള സബബാക്കി അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീമിൻ. അല്ലാഹു ദുനിയാവിലെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ. നിന്റെ മുന്നിലല്ലാതെ മറ്റാരുടെ മുന്നിൽ കൈ നീട്ടാത്ത വിധം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹുവെ പരിപൂർണമാക്കി തരികയും അല്ലാഹുവെ അതിൽ ഞങ്ങൾക്ക് നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിൽ അല്ലാഹു, കച്ചവടങ്ങളിൽ അല്ലാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ നീ വിരോധിച്ചതിൽ നിന്ന് അല്ലാഹുവെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ മനസ്സുകളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും നീ വിരോധിപ്പിക്കണമേ. റഹ്മാൻ റഹീമിൻ അല്ലാഹുവെ. യാ റഹ്മാൻ റഹീമിൻ അല്ലാഹുവെ ഞങ്ങളുടെ സന്തതി പരമ്പരകളെ സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും ആഫിലിങ്ങളും ഖുർആന്റെ അഹ്ലുകാരിലും ആക്കി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിൽ അല്ലാഹു സന്തോഷവും സുഖവും സമാധാനവും മവദ്ദത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമിൻ അല്ലാഹുവെ ഞങ്ങളെ മാതാപിതാക്കൾക്കും അല്ലാഹുവെ ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവർക്കും അല്ലാഹുവെ നീ കാരുണ്യവും റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണമേ.
ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സന്തോഷവും സുഖവും സമാധാനം സംതൃപ്തി നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിന് കുടുംബജീവിതങ്ങൾക്കും വിധി കൂട്ടിക്കൊടുത്ത് അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹു ഞങ്ങളിൽ നിന്ന് മടങ്ങിയവർക്ക് അള്ളാഹുയെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുയെ ഞങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ദുൽമ ചെയ്തിട്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് അറിയാതെയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുയെ അതെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണമേ. അള്ളാഹുയെ അവരുടെ മനസ്സുകളിൽ നിന്നും അത് നീ മായ്ച്ചു കളയണമേ. അവരോടും ഞങ്ങളോടും നീ കരുണ കാണിക്കണമേ. അവരുടെ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. അള്ളാഹുയെ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകി പുറത്ത് മാപ്പാക്കി തരണമേ. അള്ളാഹുയെ റംലാൻ മാസത്തിൽ അള്ളാഹുയെ വിട്ടുകിടക്കുന്നതിന് മുമ്പ് അള്ളാഹുയെ ഞങ്ങളുടെ എല്ലാ തിന്മകളും എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും ദോഷങ്ങളും അള്ളാഹുയെ പുറത്ത് മാപ്പാക്കി തരികയും അള്ളാഹു കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും ദോഷങ്ങളും അള്ളാഹുയെ നീ പുറത്ത് മാപ്പാക്കി തരണമേ. സൽസ്വഭാവത്തിൽ സൽബുദ്ധിയിൽ അള്ളാഹുയെ നേർവഴിയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുയെ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അള്ളാഹു അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ ഇണകളെയും ഞങ്ങളെ സന്തതി പരമ്പരകളെയും ഞങ്ങളെ മാതാപിതാക്കളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുയെ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്ക് അള്ളാഹുയെ നീ അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ എല്ലാ അസുഖങ്ങളും നീ നീക്കി കൊടുക്കണമേ. അള്ളാഹുയെ എല്ലാ മാറാരോഗങ്ങളിൽ നിന്ന് അസുഖങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് ഞങ്ങളെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുയെ നാടുകളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹുയെ ഈ റമദാൻ മാസത്തിൽ അള്ളാഹുയെ പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണമേ. യാ റഹ്മാൻ അള്ളാഹു ശത്രുക്കളിലേക്ക് തന്നെ നീ മടക്കണമേ. അള്ളാഹുയെ ഞങ്ങളെ നാടുകളെ സമാധാനപൂർണ്ണമാക്കി തരണമേ. യാ റഹ്മാൻ അള്ളാഹുയെ ആദൽ ജലാലിക്രമായ അള്ളാഹു അയ്യുൽ ഖയ്യൂമായ അള്ളാഹുയെ അഹദ് സമതുമായ അള്ളാഹുയെ ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും അള്ളാഹുയെ നീ സ്വർഗത്തോളമുള്ള കർമ്മങ്ങളാക്കി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഇനി ഒരുപാട് അമലുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സക്കാത്തും അള്ളാഹുയെ സദക്കകളും അള്ളാഹു ഉത്തമമായ രീതിയിൽ അള്ളാഹുയെ അത് അർഹതപ്പെട്ടവരിലേക്ക് നീ എത്തിച്ചു തരണമേ. യാ റഹ്മാൻ അള്ളാഹുയെ അത് ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണമേ. അതിലൊരു കടവും ബാക്കി വെക്കാതെ അള്ളാഹുയെ എല്ലാ സക്കാത്തുകളും എല്ലാ സദക്കകളും അള്ളാഹുയെ പൂർണ്ണമായും കൊടുത്തു വിട്ടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. നിന്റെ ഭവനത്തിൽ അള്ളാഹു ഇനിയും വരാനും അള്ളാഹുയെ ഹജ്ജും ഉംറയും ഇനിയും ഒരുപാട് ചെയ്യാനും അള്ളാഹുയെ ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരെ ചെന്ന് സലാം പറയാനും അള്ളാഹ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുയെ റഹ്മാൻ അള്ളാഹുയെ എല്ലാ സത്യവിശ്വാസികളും ചോദിച്ച എല്ലാ അനുഗ്രഹങ്ങളും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. അവര് നിന്നിലേക്ക് മടങ്ങിയ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുയെ ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പൂർത്തി തരികയും അള്ളാഹുയെ അതിൽ ഞങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്യണമേ. മലക്കളാമീൻ പറയുന്ന സദസ്സാക്കി സദസ്സിനെ അള്ളാഹുയെ നീ അനുഗ്രഹിച്ച് സ്വീകരിക്കുകയും ചെയ്യണമേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم إنا نسألك جنات الفردوس الأعلى. آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. عليكم السلام ورحمة الله وبركاته. وعليكم السلام.